بسم الله الرحمن الرحيم. ولما جاءهم رسول من عند الله مصدق لما معهم نبذ فريق من الذين أوتوا الكتاب كتاب الله وراء ظهورهم كأنهم لا يعلمون واتبعوا ما تتلو الشياطين على ملك سليمان وما كفر سليمان ولكن الشياطين كفروا പരിശുദ്ധ റമളാനിനോടനുബന്ധിച്ച് ജാമിയ ശരീഅയുടെ ശരീഅത്ത് കോളേജ് പൂർവ്വ വിദ്യാർത്ഥികൾ ഒരുക്കിയ ഈ മഹത്തായിരിക്കുന്ന സദസ്സ് അനുഗ്രഹീതമാണ്. ജാമിയ ശരീഅ എന്ന് പറയുമ്പോൾ ഒരു ചരിത്രത്തിൻ്റെ അധ്യായം ആരംഭിക്കുന്നതാണ് എന്ന് ശ്രോതാക്കൾ ഓർമ്മിക്കണം. കാരണം ഇസ്ലാമിക ചരിത്രം ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലത്ത് ഭൗതികവും ആത്മീയവുമായ ചൈതന്യത്തിൻ്റെ ഉറവിടമായി കഴിഞ്ഞു. ഖുലഫാഉർ റാഷിദീങ്ങൾക്ക് ശേഷം ഭരണം ഒരു ഭാഗത്ത്, ആത്മീയമായിരിക്കുന്ന വിജ്ഞാനവും അതിൻ്റെ ആലിമ്യങ്ങളും മറുഭാഗത്ത്, മറ്റൊരു വശത്തിൽ പിന്നീട് ശാസ്ത്രജ്ഞന്മാരും മൂന്നാമതൊരു ഭാഗത്ത്. ഇങ്ങനെ കഴിയുന്ന കാലത്ത് അള്ളാഹു അനുഗ്രഹിച്ച ഒരു പ്രദേശം കേരളം ഒറ്റപ്പെട്ടു നിൽക്കുന്നു. ആത്മീയ നേതൃത്വത്തിൽ മാത്രം ഇസ്ലാമിനെ വിഭാവനം ചെയ്യുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്ത ഒരു പ്രദേശം. ആ പ്രദേശത്ത് ഏതാണ്ട് 40 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ 45 വർഷങ്ങൾക്ക് മുൻപ് അതിന് മങ്ങലേൽപ്പിക്കുന്ന വിധത്തിൽ ഭൗതിക വിദ്യാഭ്യാസത്തിന് മേൽക്കോയ്മയും ആത്മീയ വിദ്യാഭ്യാസത്തിന് തരം താഴ്ത്തുകയും ചെയ്യുന്ന ഒരവസ്ഥ സംജാതമായപ്പോൾ ലോക ചരിത്രത്തിൽ ആദ്യമായി മത ഭൗതിക സമന്വയ എന്ന ആദർശം നടപ്പിലാക്കാൻ മുൻപോട്ട് വന്നത് അവിഭക്ത കണ്ണൂർ ജില്ലാ ജംഇയ്യത്തുൽ ഉലമാ ആയിരുന്നു. അതിൻ്റെ 40ാമത്തെ ഫലം ഇന്ന് ആസ്വദിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا وحبيبنا محمدا عبده ورسوله. بسم الله الرحمن الرحيم. شهر رمضان الذي أنزل فيه القرآن هدى للناس. صدق الله مولانا العلي العظيم. فجد يا رسول الله منك برحمتي لعبد أسير ദുനൂബി മുസർബലൂ. സ്നേഹമുള്ള വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരുമിച്ച് കൂടൽ അവൻ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ടൊരു കർമ്മമാക്കി മാറ്റുമാറാകട്ടെ. ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ സ്വർഗത്തിലും ഒരുമിച്ച് കൂടാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പരിശുദ്ധ റമളാൻ മാസം ഏതാനും ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ നമ്മളിലേക്ക് സമാഗതമാവുകയാണ്. പുണ്യങ്ങളുടെ പൂക്കാലമാകുന്ന റമളാൻ മാസം ലോകത്തുള്ള വിശ്വാസികൾ മുഴുവനും, പ്രായമുള്ളവരും യുവാക്കളും കൊച്ചനുജന്മാരും എല്ലാവരും, വിശ്വാസികളായ മുഴുവൻ ജനങ്ങളും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കുന്ന, പാരത്രിക ലോകത്തിന് ഓർമ്മയുള്ള, സ്വർഗത്തിൽ കടക്കണമെന്നാഗ്രഹമുള്ള
പാരത്രിക ലോകത്തുള്ള രക്ഷാശിക്ഷകളെ ഓർത്തുകൊണ്ട് ജീവിക്കുന്ന വിശ്വാസികൾ മുഴുവനും സാഗൂതം കാത്തിരിക്കുകയാണ് റമളാന്റെ വരവിനെ. റമളാൻ മാസം സയ്യിദ് ശുഹൂർ, എല്ലാ മാസങ്ങളുടെയും നേതാവായ റമളാൻ മാസം, സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്ന റമളാൻ മാസം, നരകത്തിന്റെ കവാടങ്ങൾ അടക്കപ്പെടുന്ന റമളാൻ മാസം. റമളാൻ മാസം ഉദയം ചെയ്യുമ്പോൾ സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അനുഗ്രഹങ്ങൾ ഭൂമി ലോകത്തേക്ക് അവന്റെ യഥാർത്ഥ അടിമകൾക്ക് നൽകുകയാണ്. ഒരു ഹദീസിൽ കാണാം, റമളാൻ മാസം തുടക്കം കുറിക്കുന്ന അന്ന് അർശിന്റെ താഴ്ഭാഗത്ത് നിന്നൊരു കാറ്റടിച്ചു വീശുന്നു. ആ കാറ്റിന്റെ ശക്തി കൊണ്ട് സ്വർഗത്തുള്ള മരങ്ങളുടെ ഇലകളൊക്കെ കൈയടിക്കുകയാണ്, ശബ്ദമുണ്ടാക്കുകയാണ്. ആ ശബ്ദം കേട്ടുകൊണ്ട് സ്വർഗത്തിലെ സുന്ദരികളാകുന്ന തരുണിമണികൾ, ഹൂർലിങ്ങൾ പറയും, പടച്ചവനെ, ഞങ്ങൾക്ക് റമളാൻ മാസത്തിൽ നോമ്പ് നോക്കുന്ന ഇണകളെ തരണമേ എന്ന് ദുആ ചെയ്യുമെന്ന് ഹദീസുകളിൽ കാണാം. അത്രയും വിശാലമായ ആകാശഭൂമികൾ, സന്തോഷിക്കുന്ന പർവ്വതങ്ങളും ജന്തുക്കളും സസ്യങ്ങളും എല്ലാം പാരാപാരം പോലെ പരന്നു കിടക്കുന്ന പ്രപഞ്ചവും ആ പ്രപഞ്ചത്തിലെ ഗാലക്സികളും എല്ലാം സന്തോഷിക്കുന്ന ഒരു മാസമാണ് റമളാൻ മാസം എന്നുള്ളത്. ആ റമളാൻ മാസത്തിനെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് പണ്ഡിതന്മാര് പറയുന്നു. ഖുർആൻ വ്യാഖ്യാന പണ്ഡിതന്മാര് പറയുന്നു, യംദഹുല്ലാഹു സുബ്ഹാനഹു വ തആല ശഹ്റ റമളാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാൻ മാസത്തിനെ പ്രശംസിച്ചുകൊണ്ട് പറയുകയാണ്, ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് റമളാൻ മാസം. ഖുർആൻ ഇറക്കപ്പെട്ട മാസം അതൊരു സംഭവമാണ്. ഇത് അല്ലാഹുവിന്റെ പ്രകീർത്തനമാണ്. വേറെ ഒരുപാട് മഹത്വങ്ങൾ റമളാൻ മാസത്തിനുണ്ടെങ്കിലും അതൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാതെ പരാമർശിക്കാതെ സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയുടെ 185-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു റമളാന്റെ മഹത്വം പറയുന്നത്, ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസം. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ 10 ലക്ഷം ഹദീസ് മനപ്പാടമുള്ള അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് പണ്ഡിതന്മാർ കൊണ്ടുവരുന്നുണ്ട്. ഖുർആൻ മാത്രമല്ല, എല്ലാ വേദഗ്രന്ഥങ്ങളും അല്ലാഹുവിങ്കൽ നിന്ന് അവതീർണമായ സർവശക്തനായ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ മുഴുവൻ ഗ്രന്ഥങ്ങളും അവതരിപ്പിക്കപ്പെട്ടത് റമളാൻ മാസമാണ്. ഉൻസില സുഹ്ഫ് ഇബ്രാഹിം, തൗറാത്തും ഇൻജീലും അതുപോലെ തന്നെ ഇബ്രാഹിം നബിയുടെ ഏടുകളും, ഏത് ഏടുകളായാലും വേദഗ്രന്ഥങ്ങളായാലും എല്ലാം അവതരിപ്പിക്കപ്പെട്ടത് റമളാൻ മാസമാണ്. ഖുർആന്റെ അവതരണം അതൊരു അത്ഭുതമാണ്, മഹാസംഭവമാണ്. ഖുർആൻ മനുഷ്യനെ അധർമ്മത്തിൽ നിന്ന് ധർമ്മത്തിലേക്ക് നയിക്കാൻ, സദാചാര മൂല്യങ്ങളിൽ അധിഷ്ഠിതമായി മനുഷ്യനെ ജീവിക്കാൻ വേണ്ടി പഠിപ്പിക്കുന്ന ഹുദൽ ലിന്നാസ്. ഖുർആന്റെ വിശേഷണം അല്ലാഹു പറയുന്നത് മാനവലോകത്തിന്, മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല, മനുഷ്യർക്ക് അതൊരു ഹുദയാണ്. നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ഏത് മനുഷ്യരുണ്ടോ, അത് ഏത് രാജ്യത്തുള്ളവരായാലും ഏത് പ്രദേശത്തുള്ളവരായാലും അവർക്ക് മുഴുവനും ഹുദയാണ്, സന്മാർഗമാണ് ഖുർആൻ. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഖുർആന്റെ അവതരണം ഒരു മഹാസംഭവമാണെന്ന് ഞാൻ പറഞ്ഞുവല്ലോ, അത് അല്ലാഹു തന്നെ സൂചിപ്പിച്ചല്ലോ. ശാഫി ഇമാം റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയുന്നു, 10 ലക്ഷം ഹദീസ് മനപ്പാടമുള്ള വിശ്വവിഖ്യാത പണ്ഡിതനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു, മാ മിൻ ബാഖിയത്തിൻ വഖാത്ത് ഔസത ഖൗ ഇല്ലാ വലഹാ ദലീലും ഫീ കിതാബില്ലാഹ്. ലോകത്ത് ഏതെല്ലാം കാര്യങ്ങൾ സംഭവിച്ചാലും, ഏതെല്ലാം കാര്യങ്ങൾ സംഭവിച്ചത്, സംഭവിക്കാൻ പോകുന്നത്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അത് ക്ലോണിംഗ് ആയാലും ടെസ്റ്റ് ട്യൂബ് ശിശുവായാലും രക്തബാങ്കായാലും ബീജബാങ്കായാലും, ലോകത്തുണ്ടാകുന്ന മുഴുവൻ പ്രശ്നങ്ങൾക്കും ഖുർആനിൽ തെളിവുണ്ട്, പരിഹാരമുണ്ട്.
ആരാ പറയുന്നത്? ഒരു സമസ്തയുടെ പണ്ഡിതനല്ല, ഏതെങ്കിലും SYSന്റെയോ SSFന്റെയോ ഒരു പ്രവർത്തകനോ പണ്ഡിതനോ അല്ല, ഇന്നുള്ള ഏതെങ്കിലും സംഘടനയുടെ ആധികാരിക ശബ്ദമല്ല. അള്ളാഹുവിന്റെ റസൂൽ ഒരു ഖുറൈശി പണ്ഡിതൻ വരുമെന്ന് ലോകത്തിന്റെ മുക്കുമൂലകൾ വിജ്ഞാനത്തിന്റെ സാഗരമാക്കി മാറ്റുന്ന ഒരു ഖുറൈശി പണ്ഡിതൻ വരുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ പ്രവചിച്ച ആ ശാഫി ഇമാം റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയുന്നു, എല്ലാ പ്രശ്നത്തിന്റെയും പരിഹാരം ഖുർആനിലുണ്ട്. ആ ഖുർആനെ പോലെ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ ഉള്ള ഒരു വേദഗ്രന്ഥം മറ്റത് ഇല്ല. ഖുർആനെ പോലത്തെ അർത്ഥവ്യാപ്തിയുള്ള സാഹിത്യ സമ്പുഷ്ടമായ ഒരു ഗ്രന്ഥം വേറെയില്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാന്റെ മഹത്വമായി പറയുന്നത്, ഫമൻ ശഹിദ മിൻകുമുശ് ശഹ്റ ഫല്ലസും വമൻ ശഹിദ മിൻകുമുശ് ശഹ്റ ഫല്ലസും. ആരെങ്കിലും നിങ്ങളിൽ റമളാൻ മാസത്തിൽ ഹാജറുള്ളവർ, സ്ഥലത്തുള്ളവർ, റമളാൻ മാസത്തിൽ ഹാജറുള്ളവർ, ഫല്ലസുംഹു, അവർ നോമ്പ് നോക്കണം. അവർക്ക് നോമ്പ് നോക്കൽ നിർബന്ധമാണ്. റമളാൻ മാസത്തിൽ ഹാജറുള്ളവർ, അവർ ഖുർആന വിശ്വാസമുള്ളവർ, ഖുർആനെ അംഗീകരിക്കുന്ന മുസ്ലിമീങ്ങള്, സഹോദരന്മാർ, ഖുർആനോട് സ്നേഹമുള്ളവർ, പ്രതിബദ്ധതയുള്ളവർ, ഫമൻ ശഹിദ മിൻകുമുശ് ശഹ്റ ഫല്ലസും, അവർ നോമ്പ് നോക്കുക തന്നെ വേണം. പക്ഷേ ഖുർആനോട് സ്നേഹമുള്ള എല്ലാവർക്കും ചിലപ്പോൾ നോമ്പ് നോക്കാൻ കഴിയണമെന്നില്ല. ഖുർആൻ അംഗീകരിക്കുന്ന, ഖുർആനോട് പ്രതിബദ്ധതയുള്ള, ഖുർആൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന എല്ലാ വിശ്വാസികൾക്കും ചിലപ്പോൾ നോമ്പ് നോക്കാൻ കഴിയണമെന്നില്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തൊട്ടുശേഷം പറയുന്നു, വമൻ കാന മരീളൻ ഔ അലാ സഫർ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ. എല്ലാവർക്കും നോമ്പ് നോക്കാൻ കഴിയണമെന്നില്ല. രോഗികളുണ്ടാകാം, യാത്ര ദൈർഘ്യമായ പ്രയാസമുള്ള, നോമ്പ് നോക്കാൻ ബുദ്ധിമുട്ടുള്ള യാത്ര ചെയ്യുന്നവരുണ്ടാകാം. അവരെ പരിഗണിച്ചുകൊണ്ട് അള്ളാഹു പറയുകയാണ്, വമൻ കാന മരീളൻ, ആരെങ്കിലും രോഗിയായാൽ, നോമ്പ് നോക്കാൻ കഴിയാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ യാത്രയാണെങ്കിൽ വിശാലമായ ദൈർഘ്യമായ യാത്ര, നോമ്പ് നോക്കാൻ പ്രയാസമുള്ള യാത്ര ചെയ്യുന്നവരാണെങ്കിൽ, ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ, അവർ ആ റമളാൻ മാസം നോമ്പ് നോക്കണമെന്നില്ല. മറ്റു ദിവസങ്ങളിൽ നോമ്പ് നോക്കൽ നിർബന്ധമാണ്. റമളാൻ മാസത്തിൽ ആദ്യ ഹാജറുണ്ടോ, സന്നിഹിതരാണോ, അവർക്ക് നോമ്പ് നോക്കൽ നിർബന്ധമാണ്. രോഗികളാണെങ്കിൽ, നോമ്പ് നോക്കാൻ കഴിയാത്ത രോഗമുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ പ്രായത്തിന്റെ ആധിക്യം കൊണ്ട് നോമ്പ് നോക്കാൻ കഴിയാത്തവരാണെങ്കിൽ, അല്ലെങ്കിൽ കുട്ടിക്ക് മുല കൊടുക്കുന്ന ഉമ്മമാർ, ഗർഭവതികളായ ഉമ്മമാർ, ആ കാരണം കൊണ്ട് നോമ്പ് നോക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ, അവർ മറ്റു ദിവസങ്ങളിൽ ആ നോമ്പ് ഖളാ വീട്ടണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഗർഭവതികളായ സഹോദരിമാർ കുട്ടികളുടെ ആവശ്യത്തിന് വേണ്ടിയാണ്, കുട്ടികളെ പേടിച്ചുകൊണ്ടാണ് നോമ്പ് മുറിച്ചതെങ്കിൽ അവർ നോമ്പ് ഖളാ വീട്ടുകയും വേണം. മിസ്കീന്മാർക്ക് ഒരു നോമ്പ്, ഓരോ നോമ്പിന്റെയും കണക്കനുസരിച്ച് ഭക്ഷണം വിതരണം ചെയ്യണം. അവരെ ഭക്ഷിപ്പിക്കൽ നിർബന്ധമാണ്. അതുപോലെ തന്നെ മുല കൊടുക്കുന്ന ഉമ്മമാർ, ഗർഭിണികളായ ഉമ്മമാർ കുട്ടിയെ പേടിച്ചുകൊണ്ടാണ് നോമ്പ് മുറിച്ചതെങ്കിൽ നോമ്പ് ഖളാ വീട്ടൽ നിർബന്ധമാണ്. അതോടുകൂടെ തന്നെ പാവങ്ങൾക്ക് ഓരോ നോമ്പിനും ഭക്ഷണം കൊടുക്കൽ നിർബന്ധമാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര, എന്റെ കൂട്ടുകാരെ, മുസ്ലിമീങ്ങളെ, സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര, ഇതുകൊണ്ട് അല്ലാഹു ഉദ്ദേശിക്കുന്നത് എളുപ്പമാണ്, പ്രയാസമല്ല. വലാ യുരീദു ബിക്കുമുൽ ഉസ്ര, ഈ പറയപ്പെട്ട ആനുകൂല്യം പ്രായമുള്ളവർക്ക്, രോഗികൾക്ക്, നോമ്പ് നോക്കാൻ കഴിയാത്തവർക്കുള്ള ഇളവനുവദിച്ചത് അല്ലാഹു എളുപ്പം ആഗ്രഹിച്ചുകൊണ്ടാണ്. ബുദ്ധിമുട്ടല്ല, പ്രയാസമല്ല. വലാ യുരീദു ബിക്കുമുൽ ഉസ്ര, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പ്രയാസം ഉദ്ദേശിച്ചിട്ടില്ല.
വലിതുക്മിലുൽ ഇദ്ദത വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തശ്കുറൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വലിതുക്മിലുൽ ഇദ്ദ, നോമ്പ് നോക്കാൻ കഴിയാത്തവർ റമളാൻ മാസത്തിൽ നോമ്പ് നോക്കാൻ കഴിയാത്തവർ മറ്റുള്ള ദിവസങ്ങളിൽ നോമ്പ് നോക്കണം. എന്തിനു വേണ്ടിയാ? വലിതുക്മിലുൽ ഇദ്ദ, റമളാൻ മാസത്തിന്റെ എണ്ണം പൂർത്തിയാവണം. 30 അല്ലെങ്കിൽ 29 പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് മറ്റ് ദിവസങ്ങളിൽ നോമ്പ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് ദിവസങ്ങളിൽ നോമ്പ് നോറ്റ് ആ റമളാൻ മാസത്തിന്റെ എണ്ണം നിങ്ങൾ പൂർത്തിയാക്കണം. വലിതുകബ്ബിറുല്ലാഹ്, ഈ നോമ്പ് നോക്കുന്നത്, ഖളാ വീട്ടുന്നത്, റമളാൻ മാസത്തിൽ നോമ്പ് നോക്കുന്നത്, കഴിയാത്തവര് ഖളാ വീട്ടുന്നത് ഏതെങ്കിലും ഒരു മനുഷ്യന്റെ സൃഷ്ടിയുടെ മഹത്വം കണക്കിലെടുത്തുകൊണ്ടല്ല, ഒരു മനുഷ്യന്റെ മഹത്വം കണക്കിലെടുത്തുകൊണ്ടല്ല. വലിതുകബ്ബിറുല്ലാഹ്, അള്ളാഹുവിന്റെ മഹത്വം, അവനാണ് വലിയവൻ, അവനാണ് വലിയവൻ, അള്ളാഹുവിനെ പോലെ വലിയവനില്ല. നാമൊക്കെ നിസ്സാരന്മാരാണ്. ഈ ലോകത്ത് ഏറ്റവും സ്വയം കഴിവുള്ളവനും വലിയവനും അള്ളാഹു മാത്രമാണ്. വലിതുകബ്ബിറുല്ലാഹ്, അള്ളാഹുവിനെ വലിയവനാക്കുക, അള്ളാഹു വലിയവനാണെന്ന് പ്രഖ്യാപിക്കുക, അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് നന്ദിയുള്ളവരാകുക, തക്ബീറുകളും തസ്ബീഹുകളും ചൊല്ലുക. അലാ മാ ഹദാകും, നിങ്ങൾക്കവൻ ഒരുപാട് ഹിദായത്തുകൾ, സന്മാർഗങ്ങൾ, അനുഗ്രഹങ്ങൾ ചെയ്തു തന്നതിന്റെ പേരിൽ വലഅല്ലകും തശ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരാകും. ഈ പറയപ്പെട്ട പ്രകാരം നിങ്ങൾ ചെയ്താൽ നിങ്ങൾ നന്ദിയുള്ളവരാകുമെന്ന് ഖുർആൻ പറയുന്നു. എന്റെ കൂട്ടുകാരെ, സഹോദരി സഹോദരന്മാരെ, ഈ ആയത്തിന്റെ തൊട്ടു മുമ്പുള്ള സൂറത്തുൽ ബഖറയുടെ 183-4 ആയത്തുകളിലും അല്ലാഹു ഈ വിഷയം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. റാസി ഇമാം റളിയല്ലാഹു അൻഹു ഈ ആയത്തുകളെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുകയാണ്. ഈ ആയത്തുകളെ വ്യാഖ്യാനിച്ചുകൊണ്ട് റാസി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയുടെ 183-4-5 ആയത്തുകളിലൂടെ 5 കാര്യം നമ്മളെ പഠിപ്പിക്കുകയാണ്. 5 കാര്യം പഠിപ്പിക്കുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ എന്ന് തുടങ്ങുന്ന ആയത്തിലൂടെ അല്ലാഹു 5 കാര്യം പഠിപ്പിക്കുകയാണ്. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന ഒരു കാര്യം, ഈ നോമ്പെന്നുള്ള പരിപാടി, നോമ്പെന്നുള്ളത് റസൂലുള്ളാഹിന്റെ ഉമ്മത്തികൾക്ക് മാത്രമല്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തികൾക്ക് മാത്രമല്ല നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത്. മുൻഗാമികളായ പ്രവാചകന്മാരുടെ സമുദായങ്ങൾക്ക് മുഴുവനും നോമ്പ് നിർബന്ധമാണ്. എല്ലാ പ്രവാചകന്മാർക്കും. ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് റാസി ഇമാം പറയുന്നു, ഇബ്നു കസീർ പറയുന്നു, ഖുർത്തുബി ഇമാം പറയുന്നു, തുടങ്ങിയുള്ള ഖുർആൻ വ്യാഖ്യാന പണ്ഡിതന്മാർ എല്ലാവരും പറയുന്നു, മില്ലദുൻ ആദം അലൈഹിസ്സലാം, ആദം നബി അലൈഹിസ്സലാം മുതൽ അന്ത്യപ്രവാചകനാകുന്ന പ്രവാചക ശൃംഖലയ്ക്ക് പരിസമാപ്തി കുറിച്ചുകൊണ്ട് ലോകത്ത് വന്ന ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള മുഴുവൻ പ്രവാചകന്മാർക്കും നോമ്പ് നിർബന്ധമാണ്. എന്താണ് കാരണം? എന്റെ കൂട്ടുകാർ ചിന്തിച്ചിട്ടുണ്ടോ? മുൻഗാമികൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നിർബന്ധമാണെന്ന് പറയാൻ കാരണം, ഒരു വിഷയം, ഒരു പ്രയാസമുള്ളൊരു വിഷയം എല്ലാവർക്കും ബാധകമാണെന്ന് വരുമ്പോൾ അത് ചെയ്യാൻ മാനസികമായി നമുക്കൊരാവേശമുണ്ടാകും. എനിക്ക് മാത്രമല്ലല്ലോ, അല്ലെങ്കിൽ ഏതെങ്കിലും 10 പേർക്ക് മാത്രമല്ലല്ലോ, 20 പേർക്ക് മാത്രമല്ലല്ലോ, 1000 പേർക്ക് മാത്രമല്ലല്ലോ, റസൂലുള്ളാഹിന്റെ ഉമ്മത്തികൾക്ക് മാത്രമല്ലല്ലോ, എല്ലാ പ്രവാചകന്മാരുടെ ഉമ്മത്തികൾക്കും നോമ്പ് നിർബന്ധമാണല്ലോ. എല്ലാവർക്കും നിർബന്ധമായ കാര്യം ഞാനും ചെയ്യട്ടെ എന്നൊരു മാനസികമായി ഒരാവേശം, ആ കാര്യം ചെയ്യാൻ ഒരു ആവേശമുണ്ടാകും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും എന്ന പ്രഖ്യാപനം നടത്തിയത്. മാത്രമല്ല, ഇവിടെ എന്റെ കൂട്ടുകാർ ഒരു പ്രധാനപ്പെട്ട വിഷയം വരികൾക്കിടയിലൂടെ വായിക്കണം, മനസ്സിലാക്കണം. മുൻഗാമികളാണ് പിൻപറ്റൽ കൊണ്ട് ഏറ്റവും ബന്ധപ്പെട്ടവർ മുൻഗാമികളാണ്. അതും കൂടെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും എന്ന പ്രഖ്യാപനം നടത്തിയത്. രണ്ടാമത്തെ കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളിലൂടെ പഠിപ്പിക്കുന്ന രണ്ടാമത്തെ കാര്യം,
നോമ്പ് നിർബന്ധമാക്കാനുള്ള കാരണം എന്താണ്? ശരിക്കും മനസ്സിലാക്കണം എന്റെ ഉമ്മമാർ, സഹോദരി സഹോദരന്മാർ. റമളാൻ മാസം സമാഗതമാകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് എന്തിനാണ് നിർബന്ധമാക്കിയത്? നോമ്പ് എന്തിനാണ് അല്ലാഹു നിർബന്ധമാക്കിയത്? എന്റെ കൂട്ടുകാർ ശരിക്കും മനസ്സിലാക്കണം. റാസി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നു, ലഅല്ലക്കും തത്തഖൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മുത്തഖീങ്ങളാകാനാണ് നോമ്പ് നിർബന്ധമാക്കിയത്. അല്ലാഹുവിന് നിങ്ങളെ പട്ടിണിക്കണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടല്ല, നിങ്ങളെ പട്ടിണിക്കിട്ട് പ്രയാസപ്പെടുത്തണം എന്ന ആഗ്രഹം അല്ലാഹുവിന് ഉള്ളത് കൊണ്ടല്ല അല്ലാഹു നോമ്പ് നിർബന്ധമാക്കിയത്. മറിച്ച് നിങ്ങൾ മുത്തഖീങ്ങളാവാൻ, ഒന്ന് മുൻഗാമികളെ പിൻപറ്റാൻ, മറ്റൊന്ന് നിങ്ങൾ മുത്തഖീങ്ങളാവാൻ. മൂന്നാമത്തെ കാര്യം റാസി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, റമളാൻ മാസം നോമ്പ് നിർബന്ധമാക്കാൻ തെരഞ്ഞെടുത്തത് റമളാൻ മാസമാണ്. അതിന്റെ കാരണം ഖുർആന്റെ അവതരണം കൊണ്ട് റമളാൻ മഹത്വമുള്ളതായി. ഇതാണ് മൂന്നാമത്തെ ഒരു സംഗതി. നാലാമത്തെ കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായ ചില ദിവസങ്ങൾ മാത്രമാണ് അയ്യാമൻ മഅദൂദാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നിർബന്ധമാക്കിയത് എല്ലാ മാസങ്ങളുമല്ല. എല്ലാ മാസങ്ങളും നോമ്പ് നോക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല, അത് പ്രയാസമാണ്. അതുകൊണ്ടൊരു നിശ്ചിത ദിവസങ്ങളിൽ അല്ലാഹു നോമ്പിനെ ഒതുക്കി. നാലാമത്തെ കാര്യം. അഞ്ചാമത്തെ കാര്യം, റാസി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നോമ്പ് നിർബന്ധമാക്കിയത് മനുഷ്യന്മാരെ ബുദ്ധിമുട്ടാക്കാനല്ല. കാരണം യാത്രക്കാർക്ക് ഇളവ് അനുവദിച്ചു കൊടുത്തു. യാത്രക്കാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇളവ് അനുവദിച്ചു കൊടുത്തു. രോഗികൾക്കും യാത്രക്കാർക്കും ഇളവ് അനുവദിച്ചു. ഈ 5 കാര്യങ്ങൾ സൂറത്തുൽ ബഖറയുടെ 183, 4, 5 ആയത്തുകളിലൂടെ അല്ലാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. ഒരു ഹദീസ്, ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശഅബാന്റെ അവസാന ദിവസം സഹാബാക്കളോട് പ്രസംഗം നടത്തുകയാണ്. പൊന്നാരംഭ മുത്തുനബി പ്രസംഗിക്കുകയാണ്. അയ്യുഹന്നാസ് ഖദ് അളല്ലക്കും ശഹറുൻ മുബാറകുൻ, ഖദ് അളല്ലക്കും ശഹറുൻ മുബാറകുൻ. നിങ്ങൾക്ക് തണലിട്ടിരിക്കുന്നു. ഖദ് അളല്ലക്കും, ഓ വിശ്വാസികളെ, ജനങ്ങളെ, നിങ്ങൾക്ക് തണലിട്ടിരിക്കുന്നു. ഖദ് അളല്ലക്കും ശഹറുൻ മുബാറകുൻ, ബറക്കത്താക്കപ്പെട്ടൊരു മാസം നിങ്ങൾക്ക് തണലിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ മാസത്തിന്റെ തണലിൽ അഭയം പ്രാപിക്കണം. പുണ്യങ്ങൾ കൊയ്തെടുക്കാൻ റമളാൻ മാസമാകുന്ന തണൽ നിങ്ങൾ സ്വീകരിക്കണം. അല്ലാഹു പറയുന്നു എങ്ങനത്തെ മാസമാണ്, അതെങ്ങനത്തെ മാസമാണ്. ഫീഹി ലൈലത്തുൻ, ആ മാസത്തിൽ ഒരു രാത്രിയുണ്ട്. ആ മാസത്തിൽ ഒരു രാത്രിയുണ്ട്. എങ്ങനത്തെ രാത്രിയാണ്? ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസത്തിനേക്കാൾ ശ്രേഷ്ഠതയുള്ള ഒരു രാത്രിയാണ്. 1000 മാസം ലൈലത്തുൽ ഖദർ ഇല്ലാത്ത 1000 മാസത്തിന്റെ ഇബാദത്തിനേക്കാളും ശ്രേഷ്ഠതയുള്ള ഒരു രാത്രി ആ മാസത്തിലുണ്ട്. നബാത്യ ഖുതുബയില് നമുക്ക് ജുമാ ദിവസം ഖത്തീബമാര് ഖുതുബ ഓതുമ്പോൾ, റമളാൻ മാസത്തിന്റെ ഖുതുബ ഓതുമ്പോൾ, ലയാലിഹി അൻവർ മിനൽ അയ്യാം, ലയാലിഹി, ആ റമളാൻ മാസത്തിന്റെ രാത്രികൾക്ക് പകലിനേക്കാളും മഹത്വമുണ്ട്, ആനുകൂല്യമുണ്ട്. റമളാൻ മാസത്തിന്റെ രാത്രിയിൽ ഒരുപാട് പേര് നരകത്തിൽ നിന്ന് മോചനമുണ്ട്. എല്ലാ റമളാൻ മാസത്തിന്റെ ജുമുഅന്റെ ഖുതുബയിലും ഖത്തീബന്മാര് ഓതുന്നതാണ് ലയാലിഹി. എന്റെ കൂട്ടുകാർ ശരിക്കും മനസ്സിലാക്കണം, റമളാൻ മാസത്തിന്റെ രാത്രിയുള്ള ഇബാദത്ത്. ഉമ്മമാരെ, പെങ്ങന്മാരെ, രാത്രികാലങ്ങളിൽ റമളാൻ മാസത്തിൽ പോലും ചാനലുകളും മറ്റും തുറന്നു വെച്ചുകൊണ്ട് റമളാൻ മാസത്തിന്റെ ഹുർമത്ത് പാലിക്കാതെ എന്തൊക്കെയോ സീരിയലുകളും ഫംഗ്ഷനുകളും കാണുന്ന ഉമ്മമാരെ, സഹോദരിമാരെ, മുഅ്മിനീങ്ങളെ, ശരിക്കും മനസ്സിലാക്കിക്കോ. റമളാൻ മാസത്തിന്റെ പകല്, റമളാൻ മാസത്തിന്റെ രാത്രി, അത് പകലിനേക്കാളും മഹത്വമുള്ളതാണ്, ഒരുപാട് പവറുള്ളതാണ്, ആനുകൂല്യങ്ങളുള്ളതാണ്. അതുകൊണ്ട് എന്റെ ഉമ്മമാർ, സഹോദരിമാർ, എന്റെ
മുഅ്മിനീങ്ങള്, വിശ്വാസികള് നിർബന്ധമായിട്ടും റമളാൻ മാസത്തിന്റെ രാത്രികള് ഇബാദത്ത് കൊണ്ട് ധന്യമാക്കാൻ ശ്രമിക്കണം. സർവശക്തനായ അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും തുടർന്നുകൊണ്ട് പറയുന്നു, ജഅലല്ലാഹു സിയാമഹു ഫരീള വഖിയാമ ലൈലിഹി തതവ്വുഅ. ജഅലല്ലാഹു സിയാമഹു ഫരീള, ആ മാസത്തിന്റെ നോമ്പിനെ അല്ലാഹു ഫർളാക്കി. വഖിയാമ ലൈലിഹി തതവ്വുഅ, ആ റമളാൻ മാസത്തിലെ രാത്രിയിലെ നിസ്കാരം. റമളാൻ മാസത്തിലെ നിസ്കാരം എല്ലാ മാസമുള്ള നിസ്കാരമല്ല, എല്ലാ മാസമുള്ള നിസ്കാരമല്ല. വജഅല ഖിയാമ ലൈലിഹി, ആ റമളാൻ മാസത്തിന്റെ രാത്രിയുള്ള നിസ്കാരം തറാവീഹ് എല്ലാ മാസത്തിനുമുള്ള നിസ്കാരമല്ല. മുജാഹിദുകളും ജമാഅത്തെ ഇസ്ലാമിയും പറയും പോലെ മറ്റുള്ള പുത്തൻ പ്രസ്ഥാനക്കാർ, അവാന്തര വിഭാഗങ്ങൾ, മുസ്ലിം സമുദായത്തിൽ ഭിന്നിപ്പിന്റെ വിത്ത് വിതറിയ അവാന്തര വിഭാഗങ്ങൾ പറയും പോലെ റമളാൻ മാസത്തിലും മറ്റു മാസങ്ങളിലും ഉള്ള നിസ്കാരമല്ല. റമളാൻ മാസത്തിന്റെ രാത്രിയിൽ മാത്രമുള്ള നിസ്കാരം, ആ നിസ്കാരം സുന്നത്താണ്. ആ ഹദീസിന്റെ പ്രയോഗത്തിൽ നിന്ന് തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. മറ്റൊരു ഹദീസിൽ കാണാം, വസനന്തു ലക്കും ഖിയാമ, ആ റമളാൻ മാസത്തിന്റെ ഖിയാമിനെ നിങ്ങൾക്ക് ഞാൻ സുന്നത്താക്കിയിരിക്കുന്നു. അല്ലാഹ് അതുകൊണ്ട് എന്റെ ഉമ്മമാര്, പെങ്ങന്മാര്, ഇടയ്ക്ക് ഞാൻ സൂചിപ്പിക്കുന്നു, തറാവീഹ് നിസ്കാരം സഹോദരിമാര് വീട്ടിൽ വെച്ചുകൊണ്ട് നിർവഹിക്കണം. അത് വലിയ പുണ്യമുള്ള കാര്യമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ, ഒരാള് വിശ്വാസത്തോടുകൂടെ വിശ്വസിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് റമളാൻ മാസത്തിലെ പ്രത്യേകമായ തറാവീഹ് നിർവഹിച്ചാൽ അവന്റെ പാപങ്ങൾ മുഴുവനും പുറത്തു കൊടുക്കുന്നതാണ്. എല്ലാ പാപങ്ങളും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. പൊന്നാരംഭ നബി തുടർന്നുകൊണ്ട് പറയുന്നു, മൻ തഖറബ ഫീഹി ബിഖസ്ലത്തിൻ മിനൽ ഖൈർ കാന കമൻ അദ്ദാ ഫരീളതൻ ഫീമാ സിവാ വമൻ അദ്ദാ ഫീഹി ഫരീളതൻ കാന കമൻ അദ്ദാ 70 ഫരീളതൻ ഫീമാ സിവാ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മൻ തഖറബ ഫീഹി ബിഖസ്ലത്തിൻ മിനൽ ഖൈർ, ആരെങ്കിലും ആ റമളാൻ മാസത്തിൽ ഒരു നന്മ ചെയ്താൽ, ഒരു ദിക്ർ ചൊല്ലിയാൽ, ഒരു ദാനധർമ്മം ചെയ്താൽ, ഖുർആൻ ഓതിയാൽ, ഒരു സലാത്ത് ചൊല്ലിയാൽ, അല്ലെങ്കിൽ ഇൽമിന്റെ മജ്ലിസിൽ പോയാൽ, ദിക്റിന്റെ ഹൽഖയുടെ മജ്ലിസിൽ പോയാൽ, സലാത്ത് ഹൽഖയുടെ മജ്ലിസിൽ പോയാൽ, രാത്രിയിൽ ഉറക്കമെടുത്തുകൊണ്ട് ചാനൽ കാണാതെ ടിവികളും എല്ലാം പൂട്ടിവെച്ചുകൊണ്ട് ദിക്റുകളും ഇബാദത്തുകളും നിർവഹിച്ചാൽ കാന കമൻ അദ്ദാ 70 ഫരീളതൻ ഫീമാ സിവാ. റമളാൻ മാസം അല്ലാത്ത മാസങ്ങളിൽ, റമളാൻ മാസം അല്ലാത്ത മാസങ്ങളിൽ ഒരു ഫർള് നിർവഹിച്ചതിന്റെ പ്രതിഫലമുണ്ട്, ഒരു ഫർള് നിർവഹിച്ചതിന്റെ പ്രതിഫലമുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. എന്റെ സഹോദരിമാര്, റമളാൻ മാസം എല്ലാ കൊല്ലവും വരുന്ന മാസമാണ് എന്ന് വിചാരിച്ചുകൊണ്ടൊരു നവർ മൈൻഡോടെ നോമ്പ് നോറ്റു, നിർബന്ധമായ നോമ്പ് ആർക്കോ വേണ്ടി നോമ്പ് നോറ്റുകൊണ്ട് മറ്റ് സമയങ്ങളൊക്കെ ഗീബത്തും നമീമത്തും പറഞ്ഞുകൊണ്ട് സൊറ പറഞ്ഞുകൊണ്ട് കളയരുത് കേട്ടോ. അവസരമാണ് ഇത്, റിബേറ്റുള്ള മാസമാണ്, ആനുകൂല്യമുള്ള മാസമാണ്. ഉമ്മമാരെ, സഹോദരിമാരെ, റിബേറ്റുള്ള മാസം, ആനുകൂല്യമുള്ള മാസം. ഒരു നന്മ ചെയ്താൽ, ഒരു ദിക്ർ ചൊല്ലിയാൽ, മറ്റു മാസങ്ങളിൽ ഒരു ഫർദ് നിർവഹിച്ചതിന്റെ പ്രതിഫലം, ഇത് മുത്തുനബിയുടെ ഓഫറാണ്, എന്റെ ഓഫറല്ല, ഏതെങ്കിലും ഒരു സാധാരണ മനുഷ്യന്റെ ഓഫറല്ല. തന്റെ നാവിലൂടെ ജീവിതകാലത്തിൽ ഒരിക്കൽ പോലും അസത്യത്തിന്റെ ലാഞ്ചനം നിർഗളിക്കാത്ത ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓഫറാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഓഫർ. ഒരു നന്മ ചെയ്താൽ ഒരു ഫർദിന്റെ കൂലിയാ. വമൻ അദ്ദാ ഫീഹി ഫരീളതൻ കാന കമൻ അദ്ദാ 70 ഫരീളതൻ ഫീമാ സിവാ. ആ റമളാൻ മാസത്തിൽ ആരെങ്കിലും ഒരു ഫർദ് നിർവഹിച്ചാൽ,
ഒരു ളുഹർ നിസ്കരിച്ചാൽ, അസർ നിസ്കരിച്ചാൽ, മഗ്രിബ് നിസ്കരിച്ചാൽ മറ്റുള്ള മാസങ്ങളിൽ 70 ഫർള് നിർവഹിച്ച കൂലിയുണ്ട്. പെങ്ങളെ, മുഅ്മിനീങ്ങളെ, കൂട്ടുകാരെ, സഹോദരിമാരെ, അതുകൊണ്ട് അവസരം പാഴാക്കരുത്, ചാൻസ് നഷ്ടപ്പെട്ടരുത്. സുവർണ അവസരമാണ്. സുവർണ അവസരം നഷ്ടപ്പെടുത്തിയാൽ ആഖിറത്തിലെ കൈകടിക്കേണ്ടി വരും. ഹാസിബൂഹു അൻഫുസകും ഖബ്ല അൻ തുഹാസബൂ. പാരത്രിക ലോകത്ത് സർവശക്തനായ അല്ലാഹുവിന്റെ മുമ്പിലുള്ള അതിശക്തമായ വിചാരണയ്ക്ക് മുമ്പ് പാരത്രിക ലോകത്ത് പടച്ചവന്റെ മുമ്പിൽ കൈകടിക്കേണ്ടി വരും. യൗമയഅല്ലാലിമു, അതേ അക്രമിയായ മനുഷ്യൻ, നന്ദികേട് കാണിച്ച മനുഷ്യൻ, പടച്ചവനെ ഓർക്കാതെ കണ്ട് ജീവിച്ച മനുഷ്യൻ, റമളാൻ മാസത്തിന് വേണ്ടതുപോലെ ആദരിക്കാതെ അതിൽ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാതെ ജീവിച്ച മനുഷ്യനുണ്ടല്ലോ, നാളെ പാരത്രിക ലോകത്ത് വരുമ്പോൾ കൈകടിക്കേണ്ടി വരും. അതുകൊണ്ട് എന്റെ കൂട്ടുകാരാ, വിശ്വാസികളെ, ഉമ്മമാരെ, പെങ്ങന്മാരെ, ഈ സുവർണ അവസരം നഷ്ടപ്പെടുത്താതെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക. വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹു സ്സമാവാതു വൽ അർളു ഉഇദ്ദത് ലിൽ മുത്തഖീൻ. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, വിശ്വാസികൾക്ക് വേണ്ടി, തഖ്വയുള്ളവർക്ക് വേണ്ടി അള്ളാഹു തയ്യാറാക്കി വെച്ചിരിക്കുന്ന സ്വർഗം, ആ പാപമോചനം, പടച്ചവന്റെ അനുഗ്രഹത്തിലേക്ക് നിങ്ങൾ വരണം. അത് വരാനുള്ള സുന്ദരമായ മാസം അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ റമളാൻ മാസത്തിൽ മുഴുവൻ സമയങ്ങളും അവന്റെ ഇബാദത്തിലായി ചെലവഴിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, എന്റെ കൂട്ടുകാർ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയം, റമളാൻ മാസത്തിൽ നാമൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയി കാണേണ്ട വിഷയം, വഹുവ ശഹ്റു സബ്ർ വസ്സബ്റു സവാബുൽ ജന്ന. വഹുവ ശഹ്റു സബ്ർ, റമളാൻ മാസം ക്ഷമയുടെ മാസമാണ്, വളരെ ക്ഷമിക്കേണ്ട മാസമാണ്. എന്റെ കൂട്ടുകാര് മനസ്സിലാക്കണം, വളരെ ക്ഷമിക്കേണ്ട മാസം. ഉമ്മമാരെ, പെങ്ങന്മാരെ, ഒരു സുന്ദരിയായ പെണ്ണ് നടന്നു പോകുമ്പോൾ, ഒരു സുന്ദരിയായ പുരുഷൻ നടന്നു പോകുമ്പോൾ നോമ്പ് നോറ്റ മുസ്ലിമെ നോക്കാൻ തോന്നും, നോക്കാൻ വല്ലാതെ പിശാച് വന്നുകൊണ്ട് പ്രേരിപ്പിക്കും. ആ സമയത്ത് ക്ഷമിക്കണം, ശരീരത്തെ പിടിച്ചു വെക്കണം. അതിലേക്ക് നോക്കാതെ ശരീരത്തെ പിടിച്ചു വെച്ചുകൊണ്ട് ക്ഷമയുമായിട്ട് നോമ്പുമായി മുന്നേറിയാൽ വസ്സബ്റു സവാബുൽ ജന്ന. അങ്ങനെ ക്ഷമയോടുകൂടെ ക്ഷമിച്ചുകൊണ്ട് അരുതായ്മകൾ ചെയ്യാതെ ശരീരത്തിന്റെ ഇച്ഛയ്ക്ക് എതിര് പ്രവർത്തിച്ചുകൊണ്ട് നോമ്പ് നോച്ചുകൊണ്ട് മുന്നേറിയാൽ അവന് സ്വർഗമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ആൾക്കാർക്ക് നോമ്പ് നോക്കുമ്പോൾ ദേഷ്യം വരും, ചിലപ്പോൾ ചില ആൾക്കാർക്ക് അത്തർ പൂശാൻ തോന്നും, അത്തർ പുരട്ടാൻ തോന്നും. നോമ്പിന്റെ പകലിൽ ശരീരം ഇച്ഛിക്കും. ചെയ്യരുത്, ക്ഷമിക്കണം. വിശപ്പുകളും ദാഹങ്ങളും വികാര വിചാരങ്ങളും എല്ലാം ഒതുക്കി നിർത്തി ക്ഷമിച്ച് സഹിച്ച് മുന്നേറണം. വസ്സബ്റു സവാബുൽ ജന്ന വശഹ്റുൽ മുസാവാത്ത്. വളരെ ഇമ്പോർട്ടന്റ് ആയ മറ്റൊരു വിഷയം, വശഹ്റുൽ മുസാവാത്ത്, പരസ്പരം സഹായിക്കേണ്ട മാസമാണ് റമളാൻ മാസം. കേവലം വിശപ്പ് മാത്രം സഹിച്ചാൽ പോരാ, ദാഹങ്ങൾ മാത്രം സഹിച്ചാൽ പോരാ. ഉമ്മമാരെ, മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, കൂട്ടുകാരെ, വിശപ്പ് മാത്രം സഹിച്ചാൽ പോരാ. വശഹ്റുൽ മുസാവാത്ത്, പരസ്പരം സഹായിക്കേണ്ട മാസം. പരസ്പരം സഹായിക്കേണ്ടത് എല്ലാവരെയും സഹായിക്കരുത്. സഹായിക്കാൻ യോഗ്യതയുള്ളവരെ സഹായിക്കുക, അർഹതയുള്ളവരെ സഹായിക്കുക, സഅദിയ പോലത്തെ സ്ഥാപനങ്ങളെ സഹായിക്കുക. അങ്ങനെ സ്ഥാപനങ്ങളെയും മറ്റുള്ള പാവങ്ങളെയും അനാഥ മക്കളെയും അഗതികളെയും സഹായത്തിന് ബന്ധപ്പെട്ടവരെ സഹായിക്കുക എന്നല്ലാതെ എല്ലാവരെയും സഹായിക്കുക എന്നർത്ഥം ഹദീസിനില്ല. ശഹ്റുൽ മുസാവാത്ത്, പരസ്പരം സഹായിക്കേണ്ട മാസം. മാത്രമല്ല വശഹ്റുൻ യസ്ദാദു ഫീഹി റിസ്ഖുൽ മുഅ്മിൻ വശഹ്റുൻ യസ്ദാദു ഫീഹി റിസ്ഖുൽ മുഅ്മിൻ. വശഹ്റുൻ, ഒരു മാസമാണ് റമളാൻ മാസം. ആ മാസത്തിൽ യസ്ദാദു ഫീഹി റിസ്ഖുൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യന്റെ റിസ്ഖ് അധികരിക്കുന്ന മാസം. മുഅ്മിനായ വിശ്വാസിയുടെ റിസ്ഖ് അധികരിക്കുന്ന മാസം. ശരിക്കും മനസ്സിലാക്കണം.
ഒരു വിശ്വാസിയായ മനുഷ്യന്റെ റിസ്ക് അധികരിക്കുന്ന മാസമാണ് റമളാൻ മാസം എന്നുള്ളത്. അത്തരക്കാരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ മുഅ്മിനീങ്ങളെ, വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു വിഷയം കൂടെ നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നിർബന്ധമാക്കിയത് ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, നമുക്ക് മുത്തഖീങ്ങളാകാനാണ്. എന്താണ് കാരണം? നോമ്പ് പോലെ മറ്റ് ഇബാദത്തുകൾക്കില്ലാത്തൊരു പ്രത്യേകത നോമ്പിനുണ്ട്. എന്താണ് ആ പ്രത്യേകത? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ മുത്തഖീങ്ങളാകാനാണ്. എന്താണ് കാരണം? നോമ്പ് നോറ്റാൽ എന്തുകൊണ്ട് മുത്തഖീങ്ങളാകും? മറ്റ് ഇബാദത്തും മറ്റ് ആരാധനാ കർമ്മങ്ങൾക്കില്ലാത്തൊരു പ്രത്യേകത അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിന് വെച്ചു. എന്താണ് കാരണം? അത് മറ്റൊന്നുമല്ല. എന്റെ ഉമ്മമാര് മുഅ്മിനീങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേകമായ അനുഗ്രഹം, ഹിദായത്താകുന്ന അനുഗ്രഹം, അല്ലാഹുവിന്റെ പ്രത്യേകമായ സന്മാർഗമാകുന്ന അനുഗ്രഹം അല്ലാഹു നിരന്തരം ഇറക്കിക്കൊണ്ടിരിക്കും. അവന്റെ അടിമകളുടെ ഹൃദയത്തിലേക്ക്, അവൻ ഇഷ്ടപ്പെട്ട ദാസന്മാരുടെ ഹൃദയത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സന്മാർഗമാകുന്ന അനുഗ്രഹങ്ങള്, പ്രകാശങ്ങള് സദാ വർഷിച്ചുകൊണ്ടിരിക്കും. അൽ അൻവാറു സമദിയ മുതജല്ലിയത്തുൻ അബദാ. റാസി ഇമാം റളിയല്ലാഹു അൻഹു ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുകയാണ്, അല്ലാഹുവിന്റെ ഹിദായത്താകുന്ന സന്മാർഗമാകുന്ന അനുഗ്രഹങ്ങൾ നിരന്തരം അവന്റെ അടിമകളുടെ ഹൃദയത്തിലേക്ക് അവൻ ഇറക്കും. പക്ഷേ അങ്ങനെ ഇറക്കുമ്പോൾ അത് ഉൾക്കൊള്ളാൻ എല്ലാ ഹൃദയങ്ങൾക്കും കഴിയണമെന്നില്ല. കാരണം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ലൗലാ അന്ന ശയാതീന യഹൂമൂന അലാ ഖുലൂബി ബനി ആദം ലനമറു ഇലാ മലകൂത്തിസ് സമാവാത്. ഇമാം റളിയല്ലാഹു അൻഹു തന്റെ ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന ഗ്രന്ഥത്തിൽ കൊണ്ടുവരുന്ന ഹദീസാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ലൗലാ അന്ന ശയാതീന, പിശാചുക്കൾ, ലൗലാ അന്ന ശയാതീന യഹൂബൂന, അവരെ മറയിട്ടില്ലായിരുന്നുവെങ്കിൽ, മറ സൃഷ്ടിച്ചില്ലായിരുന്നുവെങ്കിൽ, അലാ ഖുലൂബി ബനി ആദം, ആദം സന്തതികളുടെ ഹൃദയത്തില് അല്ലാഹു പിശാചുക്കള് മറ സൃഷ്ടിച്ചില്ലായിരുന്നുവെങ്കിൽ, ലനളറു ഇലാ മലകൂത്തിസ് സമാവാത്, ആകാശ ലോകത്തേക്ക് നോക്കി കാര്യങ്ങൾ പറയും മനുഷ്യന്മാർ. അതുകൊണ്ട് ആ മുഹീദ് ശൈഖ് പറഞ്ഞത്, ഇരുന്ന ഇരിപ്പിൽ നിന്ന് 7 ആകാശം ഞാൻ കാണും, ലൗഹുൽ മഹ്ഫൂദ് നോക്കി ഞാൻ വിവരങ്ങൾ പറയും. മഹാന്മാരുടെ ഹൃദയങ്ങൾ, ഔലിയാക്കന്മാരുടെ ഹൃദയങ്ങളിൽ പിശാചുക്കൾക്ക് മറയിടാൻ കഴിയില്ല. പക്ഷേ നമ്മെ പോലത്തെ സാധാരണ പാവങ്ങളുടെ കൽബുകളിൽ പിശാച് മറയിട്ടിരിക്കുകയാണ്. ആ മറ നീങ്ങണം. ആ മറ ഏതാണ് ഞാൻ പറയും. ആ മറ നീങ്ങാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് നോമ്പ്. ലഅല്ലക്കും തത്തഖൂൻ, മനുഷ്യ ഹൃദയത്തിൽ പിശാച് മറയിട്ടിരിക്കുകയാണ്. ആ മറ അല്ലാഹുവിന്റെ മഅരിഫത്ത്, അല്ലാഹുവിന്റെ നൂറാനിയത്ത് ഉൾക്കൊള്ളാൻ കഴിയാത്ത രൂപത്തിൽ പിശാച് മനുഷ്യ ഹൃദയങ്ങൾക്ക് മറയിട്ടിരിക്കുന്നു. വഅഖ്വൽ അസ്ബാബി ഫീ ഇസാലത്തിൽ അലായിഖിൽ ബശരിയ അസ്സൗം, മനുഷ്യന്റെ മാനസികമായ ദൗർബല്യങ്ങൾ നീങ്ങിപ്പോകാനുള്ള ഏറ്റവും വലിയൊരു കാരണം നോമ്പാകുന്നു. എന്താണ് കാരണം? മറ്റുള്ള ഇബാദത്തുകളെ പോലെയല്ല, നോമ്പിന്റെ മഹത്വം അത്രയും വലുതാണ്. നാം ശരിക്കും മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ റസൂല് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അസ്സിയാമു ജുന്ന, ഇന്നമ സിയാമു ജുന്ന, ഫീ റിവായത്തിൻ അസ്സിയാമു ജുന്ന, നോമ്പെന്നുള്ളത് ഒരു പരിചയാണ്. ആരാണ് ശത്രു? ശത്രുവിന്റെ വെട്ടും കുത്തും പ്രഹരങ്ങളും തടുക്കാനുള്ള ഒരു പരിചയാണ് നോമ്പെന്നുള്ളത്. ഇവിടെ ആരാണ് ശത്രു? ആരാണ് ശത്രുവിന്റെ ആ ആയുധങ്ങളും ശത്രു പ്രവേശിക്കുന്ന കവാടങ്ങളും ഏതൊക്കെയാണെന്ന് തിരിച്ചറിയാൻ അനിവാര്യമാണ്.
എന്റെ കൂട്ടുകാര്, നമ്മുടെ ശത്രു മറ്റാരുമല്ല, പിശാചാണ്. നമ്മുടെ ശത്രു എല്ലാവർക്കും അറിയും. ഇന്ന ശൈത്താന, അള്ളാഹുവിന്റെ ഖുർആൻ പല സ്ഥലത്തും ഇത് പറയുന്നുണ്ട്. പിശാച് വ്യക്തമായ ശത്രുവാണ്. മാത്രമല്ല നമ്മുടെ ശത്രു സമർത്ഥനാണ്, അതിസമർത്ഥനാണ്. ആ പിശാചിന് രക്തഓട്ടമുള്ള മനുഷ്യ ശരീരത്തിൽ രക്തസഞ്ചാരമുള്ള മുഴുവൻ സ്ഥലത്തും പ്രവേശിക്കാനുള്ള കഴിവുണ്ട്. നമ്മുടെ ശത്രു സാധാരണക്കാരനല്ല, ചില്ലറക്കാരനല്ല, അതിസമർത്ഥനാണ് നമ്മുടെ ശത്രു. അതുകൊണ്ട് ആ ശത്രുവിന് നമുക്ക് തടുക്കണം. ആ ശത്രുവിന്റെ വെട്ടുകളും കുത്തുകളും തടുക്കാനുള്ള ഒരു പരിചയാണ് നോമ്പെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിശാചിന്റെ ശത്രു കിബ്ർ, ഹസദ്, അതുപോലെ തന്നെ ഉജുബ്, റിയാ, കിബ്റും, ഞാനാണ് വലിയവൻ, ലോകമാന്യതയും ഉൾപ്പെരുമയും ഭാരവപ്പും അസൂയയും വികാരങ്ങളും തുടങ്ങിയുള്ളതായ മനുഷ്യഹൃദയത്തിന് പിടികൂടിയ രോഗങ്ങള്, മറകള്, ഇത് പിശാചാണ് കൊണ്ട് നൽകുന്നത്. ഇത് പിശാചിന്റെ പ്രവർത്തനമാണ്. നോമ്പ് നോക്കുന്ന മനുഷ്യന്റെ ശരീരത്തിൽ ഊർജം കുറഞ്ഞു വരുമ്പോൾ പിശാചിന് ആ ശരീരത്തിൽ കടന്നുകൊണ്ട് ദുഷ്പ്രവർത്തനങ്ങൾക്ക് പ്രേരണ കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് അസ്സിയാമു ജുന്ന. എന്റെ കൂട്ടുകാർ മനസ്സിലാക്കണം, ചില ആൾക്കാർ റമളാന്റെ പകലിൽ പട്ടിണി കിടന്നല്ലോ, അതുകൊണ്ട് രാത്രി ശരിക്ക് കഴിക്കാം, ഒരുപാട് തിന്നാമെന്ന് വിചാരിച്ചുകൊണ്ട് റമളാന്റെ പകൽ സമയത്തുള്ളത് രാത്രി കലാവീട്ടുന്നവർ, എന്റെ കൂട്ടുകാരെ, യുവാക്കളെ, യുവതികളെ, സഹോദരന്മാരെ ചെയ്യരുത്. ഒസാലി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നു, അത്തരക്കാരൻ നോമ്പ് കൊണ്ട് നേട്ടമില്ല, അത്തരക്കാരൻ നോമ്പ് കൊണ്ട് നേട്ടമില്ല. ആ നോമ്പ് കൊണ്ട് ആഖിറത്തിൽ കൂലി കിട്ടുകയില്ല. അതുകൊണ്ട് ഭക്ഷണങ്ങൾ കുറയ്ക്കണം. ഭക്ഷണങ്ങൾ കുറച്ചുകൊണ്ട് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് നോമ്പ് നോറ്റാൽ പിശാച് പരാജയപ്പെടും. പിശാചിന്റെ കുതന്ത്രങ്ങൾ വിജയിക്കാതെ പരാജയപ്പെട്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ് ഇന്നമസ്സിയാമു ജുന്നാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് പരിചയാണ് എന്ന് പ്രഖ്യാപിച്ച ആ പ്രഖ്യാപനം ഉൾക്കൊണ്ടുകൊണ്ട് നോമ്പ് നോക്കുന്ന യഥാർത്ഥ നോമ്പുകാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, എന്റെ കൂട്ടുകാർ ശരിക്കും മനസ്സിലാക്കണം, ഒരാൾ നോമ്പ് നോറ്റാൽ ഫലാ യർഫസ്, അവൻ ഫലാ യജ്ഹൽ, ആവശ്യമില്ലാത്ത സംസാരങ്ങൾ പാടില്ല, ആവശ്യമില്ലാത്ത സംസാരങ്ങൾ അരുത്. സ്വറ പറഞ്ഞ് ബെഡായി വിട്ടുകൊണ്ട് അവിടെയും കൂടുനിന്നു ടൗണിലും അങ്ങാടികളിലും ബസ് സ്റ്റോപ്പിലും ബസ് സ്റ്റാൻഡിലും കോളേജിന്റെ ക്യാമ്പസുകളിലും റോഡുകളിലുമെല്ലാം കൂടുനിന്നുകൊണ്ട് ആവശ്യമില്ലാതെ സംസാരിക്കരുത്. നോമ്പ് നോക്കുന്നവൻ ഫലാ യർഫസ് വലാ യജ്ഹല്, ആവശ്യമില്ലാത്തൊരു സംസാരം പോലും പാടില്ല. എന്റെ കൂട്ടുകാർ നിർബന്ധമായി മനസ്സിലാക്കണം, നോമ്പ് പരിപൂർണമായി നോമ്പാകണോ തീരുമാനിച്ചോ? ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ തീരുമാനിച്ചോ, ഞാൻ റമളാൻ മാസത്തിൽ നിർബന്ധമായും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുകയില്ല, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ബന്ധപ്പെടുകയില്ല. അത് ഹലാലാണെങ്കിലും ഹലാലായ കാര്യമാണെങ്കിലും അനുവദനീയമായ കാര്യമാണെങ്കിലും അത് ആവശ്യമില്ലെന്ന് കണ്ടാൽ അത് ഒഴിവാക്കുക. ഫലാ യർഫസു വലാ യജ്ഹൽ ഫഇൻ ഇംറുഉൻ ഖതലഹു ഔ ശതമഹു ഫൽയഖുൽ ഇന്നി സായിമുൻ. നിന്നെ ആരെങ്കിലും ചീത്ത വിളിച്ചാൽ, കൂട്ടുകാരെ, PP അധികമുള്ളവർ, ദേഷ്യം ഓവറുള്ളവർ എല്ലാവരും മനസ്സിലാക്കണം, നിങ്ങൾ ആരെങ്കിലും ചീത്ത വിളിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങളോട് ചണ്ടയ്ക്ക് വന്നാൽ, വഴക്ക് കൂടാൻ വേണ്ടി വന്നാൽ, നിങ്ങളോട് വഴക്കിന് വേണ്ടി വന്നാൽ, നിങ്ങളെ തെറി പറഞ്ഞാൽ, നിങ്ങൾ പകരം തെറി പറയരുത്. നോമ്പ് നോറ്റ സഹോദരങ്ങളെ, നോമ്പ് നോക്കുന്ന ഉമ്മമാരെ, പെങ്ങന്മാരെ, നിങ്ങൾ പകരം തെറി പറയരുത്. എന്താ വേണ്ടത്? പൊന്നാരംഭ മുത്തുനബി പറയുകയാണ്, ഫൽയഖുൽ ഇന്നി സായിമുൻ, ഞാൻ നോമ്പുകാരനാണെന്ന് പറയട്ടെ. നോമ്പുകാരന് ചീത്ത വിളിക്കാൻ പറ്റില്ല, നോമ്പുകാരന് വഴക്കിന് പോകാൻ പറ്റില്ല. ഇതാണ് യഥാർത്ഥ നോമ്പ്. അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, ഖംസുൻ യുഫ്തിർന സൗം. ശരിക്കും
മനസ്സിലാക്കണം. എന്റെ കൂട്ടുകാർ വളരെ വളരെ ഗൗരവത്തോടുകൂടെ കാണേണ്ട വിഷയം. പൊന്നാരംഭ മുത്തുനബി പറയുന്നു, ഖംസുൻ യുഫ്തിർന സൗം, 5 കാര്യങ്ങൾ നോമ്പിനെ മുറിക്കുന്നതാ. 5 കാര്യങ്ങൾ നോമ്പിനെ മുറിക്കുന്നതാണ്. 5 കാര്യങ്ങൾ നോമ്പിനെ മുറിച്ചു കളയുന്നതാ. ഏതാണ്? ഒന്നാമത്തെ കാര്യം അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഖംസുൻ യുഫ്തിർന സൗം, അൽ കദിബു വൽ ഗീബത്തു വൻ നമീമത്തു വൽ യമീനുൽ കാദിബത്തു വൻ നളറു ബിശഹ്വാ. 5 കാര്യങ്ങൾ നോമ്പിനെ ബാത്തിലാക്കി കളയും. 5 കാര്യങ്ങളിൽ ജ്യൂസ് കുടിക്കലില്ല, എന്തെങ്കിലും തിന്നലില്ല, എന്തെങ്കിലും കുടിക്കലില്ല. 5 കാര്യങ്ങൾ നോമ്പിനെ ബാത്തിലാക്കി കളയും. റമളാൻ മാസം 1 മാസം വിശപ്പും ദാഹവും സഹിച്ചുകൊണ്ട് ക്ഷമിച്ചുകൊണ്ട് വിചാരങ്ങളൊക്കെ ഒതുക്കി നിർത്തി അള്ളാഹുവിന്റെ സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട് നോമ്പ് നോക്കുന്ന മുസ്ലിമേ, ഉമ്മമാരെ, പെങ്ങന്മാരെ, യുവതി യുവാക്കളെ മനസ്സിലാക്കിക്കോ. 5 കാര്യങ്ങൾ നോമ്പിനെ മുറിക്കുന്നതാ. ഒന്നാമത്തെ കാര്യം അൽ ഗീബത്തു, ഗീബത്ത് പറയല്. മറ്റൊരു കാര്യം കളവ് പറയല്. കളവ് പറയല്, ഗീബത്ത് പറയല്, അത് നോമ്പിനെ മുറിക്കുന്നതാ. എന്ന് പറഞ്ഞാൽ കർമ്മശാസ്ത്രപരമായി നോമ്പ് മുറിയുകയില്ലെങ്കിലും, കർമ്മശാസ്ത്രപരമായി നോമ്പ് മുറിയുകയില്ലെങ്കിലും അത് തസൂഫിന്റെ പണ്ഡിതന്മാര് പ്രതിഫലത്തിലേക്ക് നോക്കുമ്പോൾ നോമ്പ് ബാത്തിലായി, ഒരു കൂലിയും ആ നോമ്പിനുണ്ടാവുകയില്ല. 5 കാര്യങ്ങൾ നോമ്പിന് മുറിക്കും. അതിൽ ഒരു കാര്യം ഗീബത്ത്, രണ്ടാമത്തെ കാര്യം കളവ് പറയൽ, മറ്റൊരു കാര്യം നമീമത്ത്, ഏഷണി പറയൽ, പരദൂഷണം പറയൽ, മറ്റൊരു കാര്യം വൽ യമീനുൽ കാദിബത്തു, കള്ളസത്യം ചെയ്യൽ, കള്ളസത്യം ചെയ്യൽ. 5ാമത്തെ കാര്യം വൻ നളറു ബിശഹ്വാ, വികാരത്തോടുകൂടെ നോക്കൽ, അന്യ പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കൽ. അന്യ പെണ്ണിന്റെ മുഖത്ത് മാത്രമല്ല, വികാരത്തോടുകൂടെ ആരെ മുഖത്ത് നോക്കിയാലും, കാണാൻ കൊള്ളാവുന്ന വികാരത്തോടുകൂടെ ആരെ മുഖത്ത് നോക്കിയാലും നോമ്പ് ബാത്തിലാകുന്നതാ. നിർബന്ധമായും മുസ്ലിം സമുദായം ശ്രദ്ധിക്കേണ്ട വിഷയം. നോമ്പ് പിടിച്ചുകൊണ്ട് ഗീബത്ത് പറയുന്നവരുണ്ട്, നോമ്പ് പിടിച്ചുകൊണ്ട് കളവ് പറയുന്നവരുണ്ട്. ഒരു ചടങ്ങ് പോലെ റമളാൻ മാസത്തിൽ എല്ലാ കൊല്ലവും റമളാൻ മാസം നോമ്പ് നോക്കാനുള്ളതാണ്. അതൊരു ചടങ്ങാണ്. ചടങ്ങ് നിർവഹണം പോലെ കളവും ഗീബത്തും നമീമത്തും ഏഷണയും വികാരത്തോടുകൂടെ നോക്കലും എല്ലാമുള്ള മുസ്ലിമേ, നിന്റെ നോമ്പിന് പ്രതിഫലമില്ല. നിർബന്ധ ബാധ്യത വീടി എന്നല്ലാതെ, നിർബന്ധമായ ബാധ്യത വീടി എന്നല്ലാതെ ആ നോമ്പിന് കൂലിയില്ലടോ, ഒരു കൂലിയുമില്ല. ഖംസുൻ യുഫ്തിർന സൗം. പലരും, എന്റെ ഉമ്മമാരോട് ഞാൻ പറയുന്നു, അയൽവാസികളായ സഹോദരിമാരെ വിളിച്ചിരുത്തി, ബന്ധുക്കാരും അല്ലാത്തവരുമായ സഹോദരിമാരെ വിളിച്ചിരുത്തി അവന്റെ കാര്യവും ഇവന്റെ കാര്യവും അവളെ കാര്യവും ഇവിടെ കാര്യവും പറഞ്ഞു, പെങ്ങളെ നോമ്പ് ബാത്തിലാക്കല്ലേ. സഹോദരിമാര് നിർബന്ധമായി ശ്രദ്ധിക്കേണ്ട വിഷയം, നിർബന്ധമായി എന്റെ ഉമ്മമാര് ശ്രദ്ധിക്കേണ്ട വിഷയം നിങ്ങൾ അറിയാതെ ആയി പോകുന്നു, അറിയാതെ ഗീബത്ത് പറഞ്ഞു പോകുന്നു. പകൽ സമയം നിങ്ങൾ നോമ്പ് നോറ്റത് കൊണ്ട് കൂലിയില്ല. കമ്മിൻ സായിമിൻ ലൈസ ലഹു മിൻ സൗമിഹി ഇല്ലൽ ജൂഉ വൽ ലത്സ് ഖാല റസൂലുള്ളാഹ്. പൊന്നാരംഭ റസൂല് പറയുകയാണ്, എത്രയെത്ര നോമ്പ് നോക്കുന്നവരാണ്, എത്രയെത്ര നോമ്പ് നോക്കുന്നവര് ലൈസ ലഹു മിൻ സൗമിഹി, അവന്റെ നോമ്പ് കൊണ്ട് വിശപ്പല്ലാതെ ദാഹമില്ലാതെ പ്രതിഫലമില്ല. فليس لله حاجة في أن يدع طعامه وشرابه قال رسول الله. പെങ്ങളെ, രാവിലെ മുതൽ അല്ലെങ്കിൽ ഉച്ച മുതൽ വൈകുന്നേരം വരെ അന്യ പെണ്ണുങ്ങളെ വിളിച്ചിരുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ചെറുപ്പക്കാരാ ഗ്രൂപ്പിന്റെ പേരില് മറ്റതിന്റെ പേരില് ഏതെല്ലാം പേര് പറഞ്ഞുകൊണ്ട് ഗീബത്ത് പറയുന്നവർ, നമീമത്ത് പറയുന്നവർ, കളവ് പറയുന്നവർ, ബിസിനസിന്റെ ആവശ്യത്തിന് വേണ്ടി നോമ്പ് നോക്കുന്ന മുസ്ലിമേ, കളവ് പറയല്ല മോനെ,
കള്ളസത്യം ചെയ്യല്ല മോനെ. വികാരത്തോടുകൂടെ അന്യ പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കരുത്, നോമ്പ് മുറിഞ്ഞു പോകും. നിർബന്ധമായി ശ്രദ്ധിക്കണം, നിർബന്ധമായി എന്റെ മുസ്ലിം സഹോദരന്മാർ ശ്രദ്ധിക്കണം. ഗീബത്ത് പറഞ്ഞാൽ മാത്രമല്ല, ഗീബത്ത് കേട്ടാലും നോമ്പ് മുറിയും. അസ്സുക്കൂത്ത് അലൽ ഗീബത്തി ഹറാം. ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു തന്റെ ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന കിതാബിൽ പറയുന്നു, അസ്സുക്കൂത്ത് അലൽ ഗീബത്തി ഹറാം. ഗീബത്ത് പറയുമ്പോൾ അത് കേൾക്കലും ഹറാമാണ്. അത് കേട്ടിരുന്നാലും നോമ്പ് ബാത്തിലാകും. അതൊന്ന് കേൾക്കലും ഹറാമാണ്. ഇങ്ങനെ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴോ മറ്റോ റൂമിന്റെ അകത്ത് വെച്ചുകൊണ്ട് നോമ്പിനെങ്കിലും നിങ്ങളത് ഒഴിവാക്കുക തന്നെ വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നോമ്പുകളൊക്കെ പ്രതിഫലമുള്ള നോമ്പാക്കി മാറ്റുമാറാകട്ടെ. ഒരു ചെറിയൊരു സംഭവം അല്ലാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ എല്ലാവരും കേട്ട് പരിചയമുള്ള സംഭവമാണ്. എന്റെ ഉമ്മമാര് ശരിക്ക് മനസ്സിലാക്കണം, സഹോദരിമാര് മനസ്സിലാക്കണം. 2 പെണ്ണുങ്ങള് പൊന്നാരംഭ മുത്തുനബിയുടെ കാലഘട്ടത്തിൽ നോമ്പ് നോറ്റു. ഇബ്നു ഹിബ്ബാൻ റളിയല്ലാഹു അൻഹു കൊണ്ടുവരുന്ന ഹദീസാണ്. 2 പെണ്ണുങ്ങൾ റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ നോമ്പ് നോറ്റു. അങ്ങനെ വൈകുന്നേരമായപ്പോൾ, റമളാൻ മാസത്തിന്റെ ആ ദിവസത്തിന്റെ അവസാനമായപ്പോൾ, ഫഅജ്ഹദഹുമൽ ജൂഉ വൽ അത്ഷ്, അവർക്ക് ശക്തമായ ദാഹം, ശക്തമായ വിശപ്പ് സഹിക്കാൻ കഴിയുന്നില്ല. വയറുവേദനയാണ്, വല്ലാത്ത അസ്വസ്ഥതയാണ്, വല്ലാത്ത വിഷമമാണ്. ഫബഅസതാ ഇലാ റസൂലില്ലാഹ്. അങ്ങനെ ഈ 2 സഹോദരിമാര് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ഒരാളെ പറഞ്ഞു വിടുകയാണ്. യസ്തഅ്ദനാനിഹിൽ ഫിൽ ഇഫ്താർ, നോമ്പാൻ സമ്മതം തരാൻ, നോമ്പ് മുറിക്കാൻ അനുവാദം കിട്ടാൻ വേണ്ടിയിട്ട്, പൊന്നാരംഭ മുത്തുനബിയുടെ അനുവാദം കിട്ടാൻ ഈ സഹോദരിമാര് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ഒരാളെ പറഞ്ഞു വിടുമ്പോൾ, അല്ലാഹുവിന്റെ റസൂല് കാരുണ്യത്തിന്റെ കേദാരമായ മറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയുന്ന, രഹസ്യങ്ങൾ അറിയുന്ന, അദൃശ്യമായ കാര്യങ്ങൾ അറിയുന്ന പൊന്നാരംഭ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു പാത്രം കൊടുക്കുന്നു. പാത്രം കൊടുത്തുകൊണ്ട് പറയുന്നു, കുൽ ലഹുമാ ഖിആ ഫീഹി, അവരോട് പറയണം ഈ പാത്രത്തിൽ ഛർദിക്കാൻ പറയണം. ആ സഹോദരിമാരോട് ഈ പാത്രത്തിൽ ഛർദിക്കാൻ വേണ്ടി പറയണം. അങ്ങനെ ആ മനുഷ്യൻ വന്നുകൊണ്ട്, ആ സഹാബി വന്നുകൊണ്ട് ആ സഹോദരിമാർക്ക് പാത്രം കൊടുക്കുന്നു. എന്നിട്ടും ഛർദിക്കാൻ വേണ്ടി പറയുന്നു. ഫഖാഅത്ത് ഇഹ്ദാഹുമാ, ഒരു സഹോദരി ഛർദിച്ചു. എന്റെ ഉമ്മമാരെ, രക്തകഷ്ണം, രക്തവും മാംസകഷ്ണങ്ങൾ ഛർദിക്കുകയാണ്. രക്തകഷ്ണങ്ങളും മാംസകഷ്ണങ്ങളും ഛർദിക്കുകയാണ്. ചുറ്റുനിന്ന ആൾക്കാരൊക്കെ അത്ഭുതപ്പെട്ടു പോയി. ചുറ്റുഭാഗത്തുമൊക്കെ ഒരുമിച്ച് കൂടിയവർ അത്ഭുതപ്പെട്ടു പോയി. എന്താണ് ഈ കാണുന്നത്? എന്നിട്ടും അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഹാത്താനി സാമത്താ, ഹാത്താനി സാമത്താ അമ്മാ അഹല്ലല്ലാഹു ലഹുമാ വഅഫ്തറതാ അലാ മാ ഹറമല്ലാഹു അലൈഹിമാ. ഹാത്താനി, ഈ 2 പെണ്ണുങ്ങള്, സാമത്താ, അവര് നോമ്പ് നോറ്റത് അമ്മ അഹല്ലല്ലാഹു ലഹുമാ, അവർക്ക് അല്ലാഹു അനുവദിച്ച അന്നപാനീയങ്ങൾ ഒഴിവാക്കി അവർ നോമ്പ് നോറ്റു. അവർക്ക് അല്ലാഹു അനുവദിച്ച ഭക്ഷണ പാനീയങ്ങൾ ഒഴിവാക്കി നോമ്പ് നോറ്റു. വഅഫ്തറതാ അലാ മാ ഹറമല്ലാഹു അലൈഹിമാ, അവർ 2 പേരും നോമ്പ് മുറിച്ചു. നോമ്പ് മുറിച്ചത് അവർക്ക് നിഷിദ്ധമായ ഗീബത്ത് പറഞ്ഞിട്ടാണ്, ഹറാമായ നോമ്പിനെ ബാത്തിലാക്കുന്ന ഗീബത്ത് പറഞ്ഞിട്ടാണ് അവർ നോമ്പ് മുറിച്ചത് എന്ന് മുഹമ്മദ് മുസ്തഫ. എന്റെ സഹോദരിമാരോട്, സഹോദരന്മാരോട് ഒരു പുനർവിചിന്തനം. സ്വയം ഞാൻ ഉൾപ്പെടെയുള്ള എന്റെ കൂട്ടുകാരോട് ഞാൻ ചോദിക്കുന്നു, എന്റെ കൂട്ടുകാരെ, നമുക്ക് ഗീബത്ത് പറയാതെ, കളവ് പറയാതെ, നമീമത്ത് പറയാതെ, ഏഷണി പറയാതെ, പരദൂഷണം പറയാതെ, അല്ലെങ്കിൽ ശഹവത്തോടുകൂടെ ഒരു നോട്ടം നോക്കാതെ ഏതെങ്കിലും ഒരു നോമ്പ് കഴിഞ്ഞുപോയ നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഗ്യാരണ്ടി ഉണ്ടോ മുസ്ലിമേ? നമ്മുടെ നോമ്പവിടെ. നമുക്കൊരു പരിവർത്തനം അനിവാര്യമല്ലേ കൂട്ടുകാരെ, ഉമ്മമാരെ, സഹോദര
സഹോദരന്മാരെ, നമുക്കൊരു പരിവർത്തനം അനിവാര്യമാണ്, നിർബന്ധമാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ വരുന്ന റമളാൻ മാസം എല്ലാവരും നിർബന്ധമായി പ്രതിജ്ഞ എടുക്കുക. ഞാൻ ഗീബത്ത് പറയൂല, നമീമത്ത് പറയൂല, കളവ് പറയൂല. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. പടച്ചവൻ യഥാർത്ഥ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ രൂപത്തിൽ നോമ്പ് നോറ്റാൽ, ഗീബത്ത് പറയാതെ, നമീമത്ത് പറയാതെ, കളവ് പറയാതെ ഈ രൂപത്തിൽ നോമ്പ് നോക്കുന്നവർക്കുള്ള പ്രതിഫലം എന്താണ്? വലിയ പ്രതിഫലമാണ്. ഈ പരിപൂർണമായ ചിട്ടകൾ പാലിച്ചുകൊണ്ട് എല്ലാം സമ്മേളിച്ചുകൊണ്ട് നോമ്പ് നോറ്റാലുള്ള പ്രതിഫലം ഹബീബായ മുത്തുനബി പറയുന്നു. അള്ളാഹുവിന്റെ റസൂൽ ഉദ്ധരിക്കുകയാണ്, അള്ളാഹുവിന് തൊട്ടു പറയുകയാണ്. ഖുദ്സിയായ ഹദീസിലൂടെ അള്ളാഹു പറയുന്നു, അസ്സൗമു ലീ വഅന ഉജ്സാ ബിഹി, അസ്സൗമു ലീ വഅന അജ്സി ബിഹി വഅന ഉജ്സാ ബിഹി. നോമ്പ് എനിക്കുള്ളതാണ്, നോമ്പ് എനിക്കുള്ളതാണ്, എല്ലാ ഇബാദത്തുകളും അള്ളാഹുവിനാണ് എന്നിരിക്കവേ നോമ്പ് മാത്രം അള്ളാഹു പ്രത്യേകം എടുത്തു പറഞ്ഞു, നോമ്പ് എനിക്കുള്ളതാണ്. വാന അജ്സി ബിഹി, ആ നോമ്പിന് ഞാനാണ് പ്രതിഫലം കൊടുക്കുന്നവൻ, നോമ്പിന് ഞാനാണ് പ്രതിഫലം കൊടുക്കുന്നവൻ എന്ന് പറഞ്ഞാൽ എന്നെ തന്നെ പ്രതിഫലം കൊടുക്കപ്പെടും എന്നും അർത്ഥമുണ്ട്. വാന ഉജ്സാ ബിഹി ഐ അന ജസാഉഹു, ഞാനാണ് നോമ്പിന്റെ പ്രതിഫലം. ലാ ഹൂരിയുൻ വലാ ഖുസൂരിയുൻ, സ്വർഗത്തിന്റെ മാളികയല്ല, ഹൂർലിസാനല്ല, സ്വർഗത്തിലെ അപ്സരസ്സുകളായ സുന്ദരികളായ പെണ്ണുങ്ങളല്ല, സ്വർഗത്തിലെ മന്ദിരങ്ങളല്ല, അതിനേക്കാളും വിശാലമായ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരാഗ്രഹിച്ച, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരാഗ്രഹിച്ച അള്ളാഹുവിനെ കാണൽ, അള്ളാഹുവിന്റെ ലിഖാ, അള്ളാഹുവിനെ കാണുക എന്നുള്ളത്. ഔലിയാക്കന്മാർ മുഴുവനും ഇബാദത്തെടുത്തത്, ഔലിയാക്കന്മാർ മുഴുവനും ആരാധിച്ചത് സ്വർഗത്തിന് വേണ്ടിയല്ല, ഹൂർലിസാന് വേണ്ടിയല്ല. മഹത്തുക്കളായ മഹാന്മാർ ആരാധിക്കുന്നത് അള്ളാഹുവിനെ കാണാൻ. എല്ലാ മഹാന്മാരും ദുആ ചെയ്യും, ഔലിയാക്കന്മാർക്ക് അള്ളാഹുവിനെ കാണണം, അള്ളാഹുവിനെ കാണണം. നോമ്പ് നോക്കുന്ന മനുഷ്യന്റെ പ്രതിഫലം നിബന്ധനകൾ പാലിച്ചുകൊണ്ട്, നിബന്ധനകൾ മുഴുവനും പാലിച്ചുകൊണ്ട് നോമ്പ് നോക്കുന്ന മനുഷ്യന്റെ പ്രതിഫലം അള്ളാഹു പറയുകയാണ്, ഞാൻ തന്നെയാണ്. അനാ ജസാഉഹു, ഞാനാണ് അവന്റെ പ്രതിഫലം, എന്നെ അവന് കാണാൻ പറ്റും. അള്ളാഹുവിനെ കാണുക എന്ന അപാരമായ ആ നിഅമത്ത് നമുക്ക് ലഭിക്കും. അത്തരക്കാരായ നോമ്പുകാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു ഹദീസ്, പൊന്നാരംഭ മുത്തുനബി നല്ല നോമ്പ് നോക്കുന്ന യഥാർത്ഥ നോമ്പുകാർക്ക് അള്ളാഹുവിന്റെ റസൂല് പ്രതിഫലം ഓഫർ ചെയ്യുകയാണ്. എന്റെ കൂട്ടുകാരെ, വിശ്വാസികളെ ശരിക്കും മനസ്സിലാക്കണം. മൻ ഹാഫള അലാ സലാസിൻ ഫഹുവ വലിയുല്ലാഹി ഹഖാ. ഒരാള് 3 കാര്യത്തിന്റെ മേൽ പതിവായാല്, നിലകൃതിയായാല്, സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ചാല് ഫഹുവ വലിയുല്ലാഹി ഹഖാ, അവൻ യഥാർത്ഥ വലിയാണ്, അള്ളാഹുവിന്റെ യഥാർത്ഥ വലിയാണ്. ആ 3 കാര്യങ്ങൾ ആരെങ്കിലും പാഴാക്കിയാൽ ഫഹുവ അദുബുല്ലാഹി ഹഖാ, അവൻ അള്ളാഹുവിന്റെ ശത്രുവാണ്. ഏതാണ് ആ 3 കാര്യം? പൊന്നാരംഭ റസൂല് പറയുന്നു, മുത്തുനബി പറയുന്നു, ഒന്ന് നോമ്പാണ്. അസ്സൗമു, നോമ്പിന്റെ മേൽ പതിവാക്കുന്നവൻ അവൻ വലിയാണ്. അസ്സലാത്തു വസ്സൗമു വൽ ഗുസ്ലു മിനൽ ജനാബ, ഒന്ന് നിസ്കാരമാണ്, മറ്റൊന്ന് നോമ്പാണ്. റമളാൻ മാസത്തില് എല്ലാ നിബന്ധനകൾ പാലിച്ചുകൊണ്ട്, നാവിനെ സൂക്ഷിച്ചുകൊണ്ട്, കണ്ണിനെ സൂക്ഷിച്ചുകൊണ്ട്, ചെവിയിനെ സൂക്ഷിച്ചുകൊണ്ട്, അവയവങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് നോമ്പ് നോക്കുന്നവൻ വലിയാണ്. വഅന ജസാഉഹു, ഞാനാണ് അവന്റെ പ്രതിഫലമെന്ന് അള്ളാഹു പറഞ്ഞില്ലേ? മറ്റൊരു ഹദീസിൽ
എന്റെ ഉമ്മമാർക്ക് മുഅ്മിനീങ്ങൾക്ക് ആവേശമുണ്ടാകാൻ ശരിക്കും മനസ്സിലാക്കാൻ ഒരു ഹദീസും കൂടെ റമളാന്റെ മഹത്വം. നോമ്പ് നോക്കുന്നവർക്ക് അല്ലാഹു സ്വർഗത്തിൽ 8 കവാടമുണ്ട്. എല്ലാവരും കേട്ടതായിരിക്കാം 8 കവാടം. ഒരു കവാടത്തിന്റെ പേര് റയ്യാൻ എന്നാണ്. ഇബ്നു ഹിബ്ബാൻ റഹ്മഹുല്ലാഹ് ഉദ്ധരിക്കുന്നു, മറ്റും ധാരാളം പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നു. ഒരു കവാടത്തിന്റെ പേര് റയ്യാൻ എന്നാണ്. ആ റയ്യാൻ എന്ന് പറയുന്ന കവാടം സ്വർഗത്തിന്റെ കവാടത്തിൽ നോമ്പുകാർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. ഇല്ലാത്തവർക്ക് പ്രവേശിക്കാൻ സാധ്യമല്ല. അതിനെന്തു വേണം? നമ്മുടെ നോമ്പ് നോമ്പാവണം. യഥാർത്ഥ നോമ്പായില്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ ഓഫർ ചെയ്ത റയ്യാൻ എന്ന് പറയുന്ന കവാടത്തിലൂടെ പ്രവേശിക്കാൻ കഴിയില്ല. റമളാൻ മാസത്തിൽ എന്റെ ഉമ്മമാര് മുഅ്മിനീങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയം ഖുർആൻ പാരായണം. റമളാൻ മാസത്തിൽ നിർബന്ധമായി വർദ്ധിപ്പിക്കേണ്ട അനിവാര്യമായ ഒരു ഇബാദത്താണ് ഖുർആൻ പാരായണം എന്നുള്ളത്. അതെന്റെ ഉമ്മമാര് ശരിക്കും മനസ്സിലാക്കണം. മലയാള മനോരമ, മാതൃഭൂമി, മംഗളം, വനിത, നാന, വെള്ളി നക്ഷത്രം പോലത്തെ പെങ്കിളി ഇക്കിളി മാസിക വായിച്ചുകൊണ്ട് സമയം കളയുന്ന പെങ്ങളെ, 11 മാസവും ഇതേപോലത്തെ പെങ്കിളി ഇക്കിളി മാസിക വായിച്ചു നിങ്ങൾ സമയങ്ങൾ കളയുന്നവരാണ്. അതുകൊണ്ട് എന്റെ പെങ്ങന്മാരോടും യുവാക്കളോടും പ്രത്യേകിച്ച് ഞാൻ പറയുന്നു, എല്ലാവരും ഇൻഷാ അല്ലാഹ് ഈ വരുന്ന റമളാൻ മാസം അതൊക്കെ മാറ്റിവെക്ക് പെങ്ങളെ. അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ഓതണം, ഖുർആൻ വർദ്ധിപ്പിക്കണം. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഇഖ്റഊ, നിങ്ങൾ ഈ ഖുർആൻ ഓതണം. കാരണം ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലി അസ്ഹാബിഹി. ഖുർആൻ ഓതുന്നവർക്ക് റെക്കമെൻഡുകാരനായി ഖുർആൻ പാരത്രിക ലോകത്ത് വരുന്നതാണ്. റെക്കമെൻഡുകാരനായി ഖുർആൻ ആഖിറത്തിൽ വരുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഖുർആനോദാതെ സമയങ്ങൾ പാഴാക്കുന്ന പെങ്ങള്, മംഗളം മാസിക വായിക്കുന്ന പെങ്ങള്, മനോരമ വായിക്കുന്ന പെങ്ങള്, വെള്ളി നക്ഷത്രം പോലത്തെ മാസിക വായിച്ചുകൊണ്ട് സമയം കളയുന്ന പെങ്ങളെ, ആഖിറത്തിൽ വരുമ്പോൾ വിരല് കടിക്കേണ്ടി വരും, ഖേദിക്കേണ്ടി വരും. അതുകൊണ്ട് ഓദിക്കോ, ഇഖ്റഉൽ ഖുർആൻ ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലി അസ്ഹാബിഹി. ഖുർആൻ ഓതുന്നവർക്ക് ഖുർആൻ റെക്കമെൻഡ് ചെയ്യും. നമ്മെ നരകത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഖുർആൻ വന്നുകൊണ്ട് പടച്ചവനോട് റെക്കമെൻഡ് ചെയ്ത്, പടച്ചവന് ദേളി പ്രദേശത്തുള്ള, കാസർഗോഡ് ജില്ലയിലുള്ള, മലപ്പുറം ജില്ലയിലെ ഇന്ന പ്രദേശത്ത്, അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയിലെ ഇന്ന പഞ്ചായത്തില്, അല്ലെങ്കിൽ ഇന്ന മുനിസിപ്പാലിറ്റിയിലെ ഇന്ന ജമാഅത്തിൽപ്പെട്ട ഇന്ന സഹോദരിയാണ്. ഇത് റമളാൻ മാസം വന്നപ്പോൾ എനിക്ക് വേണ്ടി ഖുർആൻ ഓതിയാണ്, ഇന്ന സീഡിയിലെ വാല് കേട്ടുകൊണ്ട്, ഇന്ന ഉസ്താദിന്റെ പ്രസംഗം കേട്ടുകൊണ്ട് എനിക്ക് വേണ്ടി എന്നെ ഓതിയവരാണ്, ഖുർആൻ ഓതിയ പെങ്ങളാണ്, ഖുർആൻ ഓതിയ സഹോദരനാണ്. അതുകൊണ്ട് ഇനി നരകത്തിലേക്ക് വലിച്ചെറിയല്ല പടച്ചവനെ, സ്വർഗത്തിൽ കടത്തൂ എന്ന ഒരു റെക്കമെൻഡുകാരനായി ഖുർആൻ പാരത്രിക ലോകത്ത് വരുമെന്ന് ഞാനല്ല പറയുന്നത്, പൊന്നാരംഭ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു റമളാൻ മാസത്തിൽ ഒരു ദിവസം 2 ഖത്തം തീർത്തു. ചിന്തിക്കണം, ഞാൻ മഹാന്മാരെ പിൻപറ്റണം, പൂർവികരെ മറക്കാൻ പാടില്ല. റമളാൻ മാസമല്ലാത്ത മാസത്തിൽ ഒരു ദിവസം 1 ഖത്തം തീർക്കും. റമളാൻ മാസത്തിൽ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു 2 ഖത്തം ഒരു ദിവസം തീർക്കലുണ്ട്. ഖത്തമത്തും ഫിൽ ലൈലി വ ഖത്തമത്തും ഫിൻ നഹാർ. രാത്രിയിൽ 1 ഖത്തം, പകൽ 1 ഖത്തം. എന്റെ കൂട്ടുകാരെ, ഈ ശാഫി ഇമാം കടക്കുന്ന സ്വർഗത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹമുള്ള മുസ്ലിമേ, ശാഫി ഇമാം കടക്കുന്ന സ്വർഗത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹമുള്ള മുസ്ലിമേ, ഓദിക്കോ, ഖുർആൻ ഓദിക്കോ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, തബ്റാനി ഇമാം ഉദ്ധരിക്കുന്ന ഹദീസാണ്, അൽ ഖുർആൻ അൽഫ് ഹർഫിൻ വ 25 അൽഫ് ഹർഫ് ഫമൻ ഖറഅഹു സാബിറൻ മുഹ്തസിബൻ കതബല്ലാഹു ലഹു
ബികുല്ലി ഹർഫിൻ സൗജത്തൻ മിൻ ഹൂറിൽ ഐൻ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അൽ ഖുർആൻ 10,25,000 അക്ഷരങ്ങളുണ്ട്. ഖുർആനിൽ 10,25,000 അക്ഷരങ്ങളുണ്ട്. ഫമൻ ഖറഅഹു, ആരെങ്കിലും ഖുർആൻ ഓതിയാൽ സാബിറൻ മുഹ്തസിബൻ, അല്ലാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട്, സർവശക്തനായ പടച്ചവന്റെ പൊരുത്തം പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ആര് ഖുർആൻ ഓതുന്നുവോ, കതബല്ലാഹു ലഹു ബികുല്ലി ഹർഫിൻ, ഓരോ ഹർഫിന്റെയും ഓരോ അക്ഷരത്തിന്റെ കണക്കനുസരിച്ച് അവന് സ്വർഗത്തിലെ ഹൂർലിങ്ങളെ, സ്വർഗത്തിലെ പെണ്ണുങ്ങളെ എഴുതുമെന്ന്, ഇണകളെ എഴുതുമെന്ന് വിധിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. ഓരോ അക്ഷരങ്ങൾക്കും കൂലിയാണ് 10 കൂലിയ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഖുർആൻ ഓതുന്നവർക്ക് അലിഫ് ലാം മീം, ഒരാൾ അലിഫ് എന്ന് പറഞ്ഞാൽ 10 കൂലിയാണ്, മീം എന്ന് പറഞ്ഞാൽ 10 കൂലിയാണ്, ലാം എന്ന് പറഞ്ഞാൽ 10 കൂലിയാണ്. അലിഫ് ലാം മീം 30 കൂലിയുണ്ട്. ഒരു അലിഫ് പറയുമ്പോൾ 10 കൂലി, മീം പറയുമ്പോൾ 10 കൂലി, ലാമും കൂടെ പറയുമ്പോൾ 30 കൂലിയാ പടച്ചവൻ തരിക. ഇത്രയും വിശാലമായ പ്രതിഫലമുള്ള ഖുർആൻ പാരായണം മാറ്റിവെക്കല്ല മുസ്ലിമേ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, പൊന്നാരംഭ റസൂല് പറയുകയാണ്, ഖൈറുക്കും, ഇന്ന് പൊതുവെ മുസ്ലിമീങ്ങള് ഖുർആനുമായിട്ടുള്ള ബന്ധം കുറവാണ്, വളരെ കുറവാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, മുസ്ലിമീങ്ങള് ഖുർആനുമായിട്ടുള്ള ബന്ധം വളരെ കുറവാണ്. അതുകൊണ്ട് എന്റെ കൂട്ടുകാരോട് ഞാൻ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഖുർആനുമായി ബന്ധപ്പെടുന്നവനാണ് ഏറ്റവും ഖൈറ്. ഖുർആനുമായി ബന്ധപ്പെടുന്നവൻ, ഖുർആൻ ഓതുന്നവൻ, ഖുർആനെ ആദരിക്കുന്നവൻ, അവനാണ് ഏറ്റവും ഖൈറെന്ന് മുഹമ്മദ് മുസ്തഫ. റമളാൻ മാസത്തിൽ ഖുർആൻ പാരായണം ഒരു മുഖ്യമായ ഇബാദത്താണ്. അതോടുകൂടെ തന്നെ റമളാൻ മാസത്തിൽ നിർബന്ധമായി നാം ചെയ്യേണ്ട അനിവാര്യമായ ഒരു ഘടകം അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു, നോമ്പ് മുറിപ്പിക്കൽ എന്നുള്ളത്. അതൊരു വലിയ പുണ്യമുള്ള കർമ്മമാണ്. റമളാൻ മാസത്തിൽ നോമ്പ് നോക്കുന്ന ഒരു മുസ്ലിം ചെയ്യൽ അനിവാര്യമായ പ്രധാനപ്പെട്ട ഒരു കാര്യം നോമ്പ് മുറിപ്പിക്കുക. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മൻ ഫത്തറ സായിമൻ കാന ലഹു മഗ്ഫിറത്തൻ ലിദുനൂബി വ ഇത്ഖ റഖബതിഹി മിനൻ നാർ. മൻ ഫത്തറ സായിമൻ, ഒരാളൊരു നോമ്പുകാരന് നോമ്പ് മുറിപ്പിച്ചാൽ കാനലഹു, ആ നോമ്പ് മുറിപ്പിച്ചവനുണ്ട്, മിസ്ലു അജ്രിഹിം കാനലഹു മഗ്ഫിറത്തൻ ലിദുനൂബിഹി. ഈ നോമ്പ് മുറിപ്പിക്കൽ അവന്റെ പാപങ്ങൾ പൊറുക്കുന്നതാ. പാപം പൊറുക്കാനുള്ള പ്രായശ്ചിത്യമാണ്, ഒരു കാരണമാണ്. മാത്രമല്ല വൈത്ഖ റഖബതിഹി മിനൻ നാർ, നരകത്തിനെ തൊട്ട് മോചനമാണ് നോമ്പ് മുറിപ്പിക്കല്. നരകത്തിനെ തൊട്ട് മോചനമാണെന്ന് മുഹമ്മദ് മുസ്തഫ. പലരും അശ്രദ്ധരായി പോകുന്ന ഒരു കാര്യമാണ്, വലിയ ഇബാദത്താണ്. റമളാൻ മാസത്തിന് മഹത്തുക്കളായ മുൻഗാമികള്, സഹാബാക്കളും താബീങ്ങളും ഒക്കെ പൂർവ്വസൂരികളായ മഹത്തുക്കള് ചെയ്തു വന്നൊരു ഇബാദത്താണ് നോമ്പ് മുറിപ്പിക്കല്. ആ നോമ്പ് മുറിപ്പിക്കൽ നാം വ്യാപിപ്പിക്കണം. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, നോമ്പുകാരന് നോമ്പ് മുറിപ്പിച്ചാല് നോമ്പ് മുറിപ്പിച്ചവന്റെ പാപങ്ങൾ പൊറുക്കുന്നതാ. മാത്രമല്ല ആ നോമ്പ് മുറിപ്പിച്ചവൻ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ. മാത്രമല്ല വകാനലഹു മിസ്ലു അജ്രിഹി മിൻ ഗൈരി അൻ യൻതഖിസ മിൻ അജ്രി സായിമി ശൈ.
നോമ്പ് പിടിച്ചവനെ പോലെ പ്രതിഫലം, നോമ്പ് പിടിച്ചവന്റെ പ്രതിഫലം നോമ്പ് മുറിപ്പിച്ചവനും കിട്ടും. മിൻ ഗൈരി അയ്യന്തഖിസ മിൻ അജ്രി സായിമി ശൈഅ. നോമ്പ് പിടിച്ചവന്റെ പ്രതിഫലത്തിന് ഒരു കുറവും വരികയില്ല. നോമ്പ് പിടിച്ചവന്റെ പ്രതിഫലത്തിന് ഒരു കുറവുമില്ലാതെ നോമ്പ് മുറിപ്പിച്ചവനും നോമ്പ് പിടിച്ചവന്റെ പ്രതിഫലം അതേപോലത്തെ പ്രതിഫലം, ആ നോമ്പിന്റെ പ്രതിഫലം ഇവന് കിട്ടുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഇതങ്ങോട്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞപ്പോൾ പൊന്നാരംഭ മുത്തുനബി ഇത്രയും പ്രതിഫലമുള്ള ഒരു ഇബാദത്തിനെ പറ്റി അങ്ങോട്ട് പറഞ്ഞപ്പോൾ സഹാബാക്കളല്ലേ ആഖിറത്തിന് ആഗ്രഹിക്കുന്ന മഹാന്മാരാണ്. അവർ നല്ല നല്ല കാര്യങ്ങൾ കേൾക്കുമ്പോൾ അത് ചെയ്യാൻ മുന്നിട്ട് വരുന്നവരാണ്, ചെയ്യാൻ വേണ്ടി ആവേശം കാണിക്കുന്നവരാണ്. സഹാബാക്കൾ ചോദിക്കുന്നു, ഖാലൂ യാ റസൂലല്ലാഹ് ലൈസ കുല്ലുനാ, നബിയേ ലൈസ കുല്ലുനാ നജിദു മാ യുഫത്തിറു സായിം വഫീ റിവായത്തിൻ മാ യുഫത്തിറു ബിഹി സായിം. നബിയേ ഞങ്ങളെല്ലാവർക്കും നോമ്പുകാരനെ മുറിപ്പിക്കാനുള്ള ഭക്ഷണങ്ങൾ അതിനുള്ള കഴിവ് ഞങ്ങൾക്കില്ല നബിയേ. ഞങ്ങളിൽ പാവങ്ങളുണ്ടല്ലോ, പാവങ്ങളുണ്ട്. നോമ്പുകാരെ മുറിപ്പിക്കാനുള്ള കഴിവ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇല്ല, കഴിയൂല്ല നബിയേ. ഇത് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്നല്ലാഹ യുഅതി ഹാദ സവാബ മൻ ഫത്തറ സായിമൻ അലാ തംറത്തിൻ ഔ ശുർബത്തി ലബനിൻ ഔ ശുർബത്തി മാഇൻ ഔ മദഖത്തി ലബൻ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സഹാബാക്കളെ, വിശ്വാസികളെ, ഈ പ്രതിഫലം, നോമ്പ് മുറിപ്പിച്ചാലുള്ള പ്രതിഫലം ബിരിയാണി കൊടുക്കണമെന്നില്ല, ഫ്രൂട്ട്സ് ഐറ്റങ്ങൾ, മറ്റുള്ള സുഭിക്ഷമായ ഭക്ഷണങ്ങൾ, അന്നപാനീയങ്ങൾ, പദാർത്ഥങ്ങൾ കൊടുക്കണമെന്നില്ല. മറിച്ച് ഒരു കാരക്ക കൊടുത്തുകൊണ്ട് നോമ്പ് മുറിപ്പിച്ചാലും, ഒരു മുറുക്ക് വെള്ളം കൊടുത്തുകൊണ്ട് നോമ്പ് മുറിപ്പിച്ചാലും, അല്ലെങ്കിൽ ഒരു അല്പം പാല് കൊടുത്തുകൊണ്ട് നോമ്പ് മുറിപ്പിച്ചാലും ഈ പ്രതിഫലം ലഭിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. അതുകൊണ്ടാണ്, ഇത്രയും പ്രതിഫലമുള്ളത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹമ്മാദ് ഇബ്നു സലമത്ത് റളിയല്ലാഹു അൻഹു മഹാൻ അവറുകളെ യുഫത്തിറു ഫീ കുല്ലി ലൈലത്തിൻ മിൻ റമളാൻ 50 ഇൻസാനാ. ഹമ്മാദ് ഇബ്നു സലമത്ത് റളിയല്ലാഹു അൻഹു എല്ലാ രാത്രിയിലും, റമളാൻ മാസത്തിന്റെ എല്ലാ രാത്രിയിലും മഗ്രിബിന്റെ സമയത്ത് യുഫത്തിറു നോമ്പ് മുറിപ്പിക്കും 50 ഇൻസാന, 50 പേരെ. ഒരു ദിവസം റമളാന്റെ ഓരോ ദിവസവും 50 നോമ്പുകാരെയാണ് ഹമ്മാദ് ഇബ്നു സലമത്ത് റളിയല്ലാഹു അൻഹു നോമ്പ് മുറിപ്പിക്കുന്നത്. ആഖിറത്തിൽ കൂലി കിട്ടാൻ അള്ളാഹുവിന്റെ റസൂൽ ഓഫർ ചെയ്ത കൂലിയുണ്ടല്ലോ. എത്ര ഇബാദത്തെടുത്താലും മഹാന്മാര് ഞാൻ ഒന്നുമല്ല, ഒന്നും ചെയ്തിട്ടില്ല എന്ന ചിന്തയാണ് മഹാന്മാരെ ഹൃദയത്തിൽ വരുന്നത്, വരേണ്ടത്. അള്ളാഹു നമ്മളെ ഹൃദയത്തിലും ആ ഒരു അവസ്ഥ നൽകുമാറാകട്ടെ. നോമ്പ് മുറിപ്പിക്കുക എന്ന സംഗതി എന്റെ ഉമ്മമാർ, എന്റെ കൂട്ടുകാർ നിർബന്ധമായും ഗൗനിക്കേണ്ടതാകുന്നു. മറ്റൊരു വിഷയം, റമളാൻ മാസത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ബുഖാരി ഇമാം ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, കാന അജ്വദന്നാസ്, കാന റസൂലുള്ളാഹി അജ്വദന്നാസ് വഅജ്വദു മാ യകൂനു ഫീ റമളാൻ, കാന റസൂലുള്ളാഹി അജ്വദന്നാസ്. അല്ലാഹുവിന്റെ റസൂല് ഏറ്റവും വലിയ ധർമ്മിഷ്ഠനാണ്. ലോകത്തുള്ള എല്ലാവരെക്കാളും ഏറ്റവും വലിയ ധർമ്മിഷ്ഠൻ പൊന്നാരംഭ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. റസൂലുള്ളാഹിനെ പോലെ ഒരു ധർമ്മിഷ്ഠനില്ല, ധർമ്മം ചെയ്യുന്നവരില്ല, നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരില്ല, ഗുണങ്ങൾ ചെയ്യുന്നവരില്ല. പക്ഷേ അല്ലാഹുവിന്റെ റസൂല് ഏറ്റവും വലിയ ധർമ്മിഷ്ഠനാണ്, ഔദാര്യവാനാണ്, നല്ല കാര്യം ചെയ്യുന്ന മഹൽ വ്യക്തിത്വമാണ്. ആ റസൂലുള്ള ഏറ്റവും കൂടുതൽ ധർമ്മം ചെയ്യുന്നത് റമളാൻ മാസത്തിലാ. ഏറ്റവും കൂടുതൽ ധർമ്മം ചെയ്യുന്ന മാസം, കാലം, അത് റമളാൻ മാസത്തിന്റെ കാലമാണ്. റമളാൻ മാസത്തിലാണ് പൊന്നാരംഭ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധർമ്മം ചെയ്യുന്നത്. റമളാൻ മാസത്തിൽ നാമൊക്കെ വർദ്ധിപ്പിക്കേണ്ട, വിശ്വാസികൾ വർദ്ധിപ്പിക്കേണ്ട വലിയൊരു ഇബാദത്താണ് ദാനധർമ്മം എന്നുള്ളത്.
അതിനുള്ള സുവർണ അവസരം എന്റെ ഉമ്മമാരെ, പെങ്ങന്മാരെ, കൂട്ടുകാരെ, ജാമിയ സഅദിയ അറബിയ എന്ന മഹത്തായ സ്ഥാപനം, ആ സ്ഥാപനത്തിൽ ഒരുപാട് യതീമീങ്ങളുണ്ട്, അനാഥ മക്കളുണ്ട്, മുത്തഅല്ലിം പാവങ്ങളായ മുത്തഅല്ലിമീങ്ങളുണ്ട്, ഖുർആൻ കാണാതെ പഠിക്കുന്ന ഹാഫിളീങ്ങളുണ്ട്. അതുപോലെ 5000-ൽ പരം വിദ്യാർത്ഥികൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അയ്യ മുസ്ലിമിൻ ലമ്മ യതീമൻ ഇലാ തആമിഹി വശറാബിഹി ഹത്താ യസ്തഗ്നിയ വജബത് ലഹുൽ ജന്നത്തു അൽബത്താ. പൊന്നാരംഭ റസൂൽ പറയുകയാണ്, അയ്യ മുസ്ലിമിൻ, ഏതൊരു മുസ്ലിമും ലമ്മ യതീമൻ ഇലാ തആമിഹി വശറാബിഹി ഹത്താ യസ്തഗ്നിയ, ഒരു യതീമിനെ അടുപ്പിച്ചു വച്ചു, യതീമിന് ഭക്ഷണം കൊടുത്തു, അവൻ ഭക്ഷണം കൊടുത്തു, അന്നപാനീയങ്ങൾ കൊടുത്തു, ഹത്താ യസ്തഗ്നിയ, ആ യതീം മതിയാകുന്നത് വരെ എന്ന് പറഞ്ഞാൽ യതീമിന് ആവശ്യമായ മുഴുവനും കൊടുത്തുകൊണ്ട് അവരെ പോറ്റുന്നവർ, പരിപാലിക്കുന്നവർ, സഹായിക്കുന്നവർ, വജബത്തുൽ ലഹുൽ ജന്ന, അവർക്ക് സ്വർഗം നിർബന്ധമാണ്, സ്വർഗം അനിവാര്യമാണ്, അവർക്ക് സ്വർഗം നിർബന്ധമാണെന്ന് മുഹമ്മദ് മുസ്തഫ. ജാമിയ സഅദിയ അറബിയ എന്ന് പറയുന്ന മഹത്തായ സ്ഥാപനം കാസർഗോഡ് ടൗണിൽ നിന്ന് ഏകദേശം 6 കിലോമീറ്റർ തെക്കുമാറി മേൽപ്പറമ്പ് ദേളി സഅദാബാദിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വൈജ്ഞാനിക യൂണിവേഴ്സിറ്റിയാണ് ജാമിയ സഅദിയ എന്ന് പറയുന്നത്. ഇല്ലായ്മയിൽ നിന്ന് പ്രയാണം ആരംഭിച്ച് ഇതിഹാസത്തിന്റെ 40-ാം വാർഷികം ആഘോഷിക്കുന്ന സഅദിയ ഇന്ന് 25ഓളം മഹൽ സ്ഥാപനങ്ങളുടെ മാതാവാണ്. ശാന്തമായി ഒഴുകുന്ന ചന്ദ്രഗിരി പുഴയുടെ തീരത്ത് ശാന്തി മന്ത്രങ്ങൾ ഉയർത്തി ആത്മീയ മത ഭൗതിക സമന്വയ സമുച്ചയമായി ലോകത്ത് വിജ്ഞാനം വിതറുന്ന ഒരു ഗോപുരമാണ് ജാമിയ സഅദിയ അറബിയ. എന്റെ ഉമ്മമാരെ, വിശ്വാസികളെ, ഇന്ത്യ ഗവൺമെന്റിനെ കൊണ്ടുപോലും നടത്താൻ കഴിയാത്തൊരു കാര്യമാണ് ജാമിയ സഅദിയ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. 1971 ഏപ്രിൽ മാസം വിശാല മനസ്കനും ദീനീ സ്നേഹിയുമായ പണ്ഡിതന്മാരോട് മഹബത്തുള്ള ആലിമീങ്ങളെയും തങ്ങന്മാരെയും ഇഷ്ടം വെക്കുന്ന കല്ലട്ടറ അബ്ദുൽ ഖാദിർ ഹാജി എന്ന് പറയുന്ന വിശാലമായ മനുഷ്യൻ, ആ മനുഷ്യന്റെ വീട്ടിൽ ആരംഭിച്ച ദറസും, ആ ദറസും കണ്ണൂർ കാസർഗോഡ് ജില്ല, സമസ്ത കണ്ണൂർ കാസർഗോഡ് ജില്ല നടത്തി വന്നതായ ബോർഡിംഗ് മദ്രസയും സമന്വയിപ്പിച്ചുകൊണ്ട് ആത്മീയ ഭൗതിക വിദ്യാ സമന്വയ സമുച്ചയമെന്ന് പറയുന്ന സാക്ഷാത്കാരം ചരിത്രത്തിന് ആവർത്തി കുറിക്കുകയായിരുന്നു. അതുകൊണ്ട് ജാമിയ സഅദിയനെ സഹായിക്കണം, നിങ്ങൾ സഹകരിക്കണം, അടുത്തറിയണം. എല്ലാവർക്കും സഅദിയയുടെ 40-ാം വാർഷിക ആശംസകൾ നേർന്നുകൊണ്ട് സർവശക്തനായ അല്ലാഹു ഈ ഒരുമിച്ചുകൂടൽ അവൻ ഇഷ്ടപ്പെട്ട ഒരു അമലാക്കി മാറ്റുമാറാകട്ടെ. അൽഹംദുലില്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. റഹ്മാനെ, പടച്ചവനെ, ഞങ്ങൾ ഈ പറഞ്ഞതും കേട്ടതും സ്വീകരിക്കണേ റഹ്മാനെ. സ്വാലിഹായ സൽക്കർമ്മമാക്കണേ റഹ്മാനെ. ഞങ്ങൾ നീ പാവങ്ങൾ പൊറുക്കണേ അല്ലാ. റമളാൻ മാസം വേണ്ടതുപോലെ സ്വീകരിക്കാനും സ്വാഗതം ചെയ്യാനും തൗഫീഖ് നൽകണേ റഹ്മാനെ. യഥാർത്ഥ നോമ്പുകാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. بحق سيدنا محمد وآل سيدنا محمد وأصحاب سيدنا محمد صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل